ശ്രീമദ് ഭാഗവതം ക്ലാസ് 166 സ്കന്ധം 8 12-ാമത്തെ അധ്യായത്തിൽ ശങ്കര സമ്മോഹനം. നമുക്കതിലേക്ക് നേരിട്ടങ്ങ് കടക്കാം. 1-2 ശ്രീ സുഗൻ പറയുകയാണ്, ഭഗവാൻ ശ്രീഹരി ശ്രീരൂപം കൊണ്ടിട്ട് എന്ത് ചെയ്തു? അസുരന്മാരെയെല്ലാം മോഹിപ്പിച്ചിട്ട് ദേവന്മാർക്ക് അമൃതം കൊടുത്തു. ഈ വാർത്ത എവിടെ എത്തി? കൈലാസത്തിലെത്തി. കൈലാസനാഥൻ്റെ എത്തി, പരമശിവന്റെ അടുത്തേക്ക്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സതീദേവിയെയും കൂട്ടിയിട്ട് പരിവാരങ്ങൾ സഹിതം, അദ്ദേഹം പോകുമ്പോൾ ഭൂതഗണങ്ങളും എല്ലാം ഉണ്ടാവും. അദ്ദേഹം കാളപ്പുറത്ത് കയറിയിട്ട് ശ്രീ ഹരി ഉള്ളടത്തേക്ക് ചെന്നു. അതിൻ്റെ 3 വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ആദരപൂർവ്വം സ്വാഗതം ചെയ്ത ശേഷം ഉമയോടുകൂടി അവിടെ സ്വാഗതം പറഞ്ഞ് ഇരുത്തിയതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുഞ്ചിരിയോടുകൂടി വിഷ്ണുവിനോട് പറഞ്ഞു. ഈ വാർത്ത കേട്ടാണ് ദേവാദിദേവ 4 പറയുകയാണ്, എല്ലാറ്റിൻ്റെയും മൂലകാരണമായ അങ്ങെന്ന് ആദ്യം അദ്ദേഹത്തെ ഒന്ന് വർണ്ണിക്കുകയാണ്. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. അല്ലാതെ ഒരു കഥയിലുള്ള കഥാപാത്രമാര് കണ്ണും മൂക്കം വെച്ചിട്ട് ഒരാൾ ഇതേമാതിരി ഉണ്ട് എന്നൊന്നും ധരിച്ചു പോകരുത്. എപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വർണ്ണന. ആരാണ് ശ്രീഹരി, ആരാണ് വിഷ്ണു, അത് മനസ്സിലാക്കാതെ നമ്മൾ എവിടെയോ ഒരു ജനിച്ച വ്യക്തിയാണ് എന്നിട്ട് കയ്യും ഇത്ര കുറച്ചധികം കയ്യെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതുകൊണ്ടാണ് ഈ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നാലും തലയ്ക്കേരില്ല. അപ്പം എല്ലാറ്റിൻ്റെയും മൂലകാരണമായവനും അന്തരാമി എല്ലാറ്റിൻ്റെയും നമ്മളെല്ലാം ഉണ്ടായതിൻ്റെ പിന്നിലുള്ളത് അദ്ദേഹമാണ്. നമ്മൾ ഉള്ളിലിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അന്തരാമിയായിട്ട് അങ്ങ് സ്ഥിതി ചെയ്യുന്നു. ഇപ്പം നമ്മളെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പുറത്ത് നോക്കേണ്ട ആവശ്യം. ഉള്ളിലുള്ള സാധനത്തെ കണ്ടെത്താൻ പറ്റാതെ പുറത്തന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് ചിന്തിക്കാൻ കഴിവില്ല എന്നാണ് അർത്ഥം. ഇനി 5 പറയുന്ന ആദിയും മധ്യവും അന്ത്യവുമെല്ലാം നീ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നീ തന്നെയാണ്. തന്നെ എങ്കിലും നിർവികാരനായ അങ്ങക്ക് ഒരു വികാരവുമില്ല. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ നേരെ അങ്ങേക്ക് ഒരു വികാരവുമില്ല. അതെങ്ങനെ പോയാലും അങ്ങേക്ക് ഒരു താല്പര്യമില്ല. എങ്ങനെ പോയാലും. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങനെ പോകണമെന്നത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതതുപോലെ പോവുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇദ്ദേഹം ഈ ശക്തി, ഇദ്ദേഹം എന്നെല്ലാം പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ട്. ആളമാരി ചിന്തിച്ചു പോകും. ഈ ശക്തി അതെങ്ങനെ പോകുന്നു എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ ശക്തിക്ക് അറിയാം അത് ഡിസൈഡ് ചെയ്ത വരിയാണ് പോകുന്നത്. ഇല്ലേ, അതൊരു മായാലോകമാണ്. അതിനെക്കൊണ്ട് ഒരു താല്പര്യമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ തലയിടുന്നേയില്ല. പിന്നെ നമ്മൾ പോയിട്ട് അന്വേഷിച്ചിട്ട് വല്ലതും ആവശ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഇവിടെ പറയാൻ പോകുന്നത് ആരുമാണ്? വിഷ്ണുവാണ്. വിഷ്ണു അല്ലെങ്കിൽ രാമനാണ്, രാമനല്ലെങ്കിൽ കൃഷ്ണനാണ്. ഇതെല്ലാം ഒന്ന് തന്നെ. പക്ഷെ ഇതൊന്നും നമ്മളെ കാര്യത്തിൽ തലയിടുന്നൊന്നുമില്ല. ഇതെല്ലാം ശ്രീഹരി തന്നെയാണ്. ഓരോ സമയത്തായാലും വിഷ്ണു എന്നും എന്തോ പേര് വിളിക്കും, അത്രയേ ഉള്ളൂ. എല്ലാം ശ്രീഹരി തന്നെ. ഇതൊരാൾക്ക് വിഷ്ണുവിന് മാത്രം ബാധകമല്ല. വിഷ്ണുവിനെയാണ് ഇവിടെ ശ്രീഹരിയായിട്ട്, യഥാർത്ഥത്തിൽ അത് ശ്രീഹരിയാണ്. വിഷ്ണു എന്നത് മായയായിട്ടുള്ള അതിൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങയ്ക്ക്, നിർവികാരനായ അങ്ങയ്ക്ക് ഇവയൊന്നും ബാധകമല്ല. ഇവിടെ നടക്കുന്ന കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. എങ്കിലും ഞാൻ ഇത് എന്ന വ്യവഹാരങ്ങൾക്ക് ആസ്പദമായ ഭ്രഷ്ടാവും
ബാഹ്യഭോഗ്യ വസ്തുക്കളും അങ്ങ് തന്നെയാവുന്നു. എങ്കിലും ഈ ഞാൻ ഇത് എന്നെല്ലാം ചിന്തിക്കുന്ന സാധനങ്ങൾ, ഇത് അത് എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ, ബാഹ്യമായി നിൽക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ അങ്ങ് ആ കാര്യങ്ങളിൽ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങേർക്കൊരു താല്പര്യമില്ല. പക്ഷേ അങ്ങേര് തീരുമാനിച്ച വരി തന്നെയാണ് പോവുക. ഏതുപോലെ എന്നാൽ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മഹാനായ അംബേദ്കർ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അതിലൊന്നും ഒരു പിന്നെ താല്പര്യമൊന്നുമില്ല. ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പോകുകയും, പക്ഷെ അതുപോലെ കാര്യം പോകുള്ളൂ എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അംബേദ്കർ അതിൻ്റെ അകത്തൊന്നും ഇടപെടാനും പറ്റില്ല. അംബേദ്കർ ഏതെങ്കിലും കോടതിയിൽ വന്നിട്ട് ഞാനാണ് ഉണ്ടാക്കിയ നിയമമാണ്, അതുകൊണ്ട് ഈ വിധി ഇങ്ങനെ പറഞ്ഞേ, ഇവനെ അങ്ങ് വിട്ടേ എന്നെല്ലാം പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. അംബേദ്കർ ഇല്ല, എന്നാലും ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ബ്രഹ്മം, നിർഗുണപരമായ ബ്രഹ്മം, അതാണ് ശ്രീഹരി. ഇവിടെ വിഷ്ണു അല്ല, അത് തന്നെ വിഷ്ണു, അതല്ല മായാലോകത്തിൽ പെടുന്നതാണ് വിഷ്ണു. പക്ഷെ ഇവിടെ പറയുന്നത് ആ വിഷ്ണുവിൻ്റെ പിന്നിലുള്ള ശ്രീഹരിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതേസമയം അതല്ലാതെയും അതായിട്ടും വർത്തിക്കുന്നു. എല്ലാം അങ്ങ് തന്നെയാണ്, പക്ഷെ അതൊന്നും ഞാനല്ല എന്ന നിലയിലും അങ്ങ് വർത്തിക്കുന്നു. എല്ലാമായത് അത് തന്നെയാണെങ്കിലും അങ്ങേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എനിക്കതിലൊന്നും പറയാനും പോലും പോകുന്നില്ല, ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും അതിനോടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് പറഞ്ഞ മാതിരി കാര്യങ്ങൾ നടക്കും. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം അങ്ങറിയുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം അങ്ങേക്കറിയാം. ഇനി 6 മോക്ഷം ആഗ്രഹിക്കുന്ന നിഷ്കാമന്മാരായ മുനിമാർ അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലാതെ, ഈ കാര്യത്തിലൊന്നും താല്പര്യമില്ലാതെ അവർ മോക്ഷം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പരലോകങ്ങളുടെ ഭോഗാശക്തി വെടിഞ്ഞ് അവരെന്ത് വേണം? അപ്പോൾ ആത്മീയതയിലേക്ക് തിരിയുന്നവര് എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകവും മരിച്ചതിൻ്റെ ശേഷമുള്ള ലോകം, ഈ ജീവിതവും മരിച്ചതിൻ്റെ ശേഷം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മോക്ഷം നേടിയ മരണമൊന്നുമില്ല, പുനർജന്മവുമില്ല. അതുകൊണ്ട് അവർക്ക് അതെല്ലാം ആസക്തി വെടിഞ്ഞിട്ട് അങ്ങയുടെ പാദങ്ങളെ ഉപാസിക്കുന്നു. ആരാണോ ആത്മീയതയിലേക്ക് തിരിയുന്നവർ, അവരിതെല്ലാം ഉപേക്ഷിച്ച്, ഈ ഭൗതിക ലോകം മുഴുവൻ ഉപേക്ഷിച്ചിട്ട്, കാരണം അങ്ങേക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഈ ബന്ധം ആദ്യം അങ്ങയായിട്ട് കൂട്ടുകൂടണമെങ്കിൽ ഈ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ഭാര്യനെയും മക്കളെ എല്ലാം ഉപേക്ഷിക്കണം. പ്രസംഗങ്ങൾ മതിയാക്കണം. പ്രസംഗിക്കാനൊന്നും നടക്കരുത്. ഒരു വിദ്യയും ഞാനും ആർക്കും കൈമാറാനൊന്നുമില്ല. എല്ലാം കളഞ്ഞിട്ട്, വേദങ്ങളെ അടക്കം കളഞ്ഞിട്ട് ആ നിർഗുണമായ അവസ്ഥയിലേക്ക് പോകണം. അങ്ങനെയാണ് മുനിമാർ നിഷ്കാമ കർമ്മം ചെയ്യുന്നത്. ഒന്നിലും മോഹമില്ലാതെ. എന്നിട്ട് 7 പറയാണ് എങ്ങും നിറഞ്ഞ. അതേസമയം അതാണ് എല്ലാമായി മാറിയതെന്ന് വെച്ചാൽ അത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. സ്വർണമാണ് വളയും മാറി എല്ലായിട്ടും മാറിയ ഒരു സ്വർണ്ണക്കടയിലുള്ള എല്ലാം ഇത് തന്നെയായിരിക്കും, സ്വർണം തന്നെയായിരിക്കും. അതുപോലെ ശാശ്വത സുഖരൂപമായ, ശാശ്വതമായ സുഖം ഇതിലേ ഉള്ളൂ, ആ നിർഗുണമായ അവസ്ഥയിൽ. അല്ലാതെ ഈ ഭൗതിക ലോകത്തിൽ ഒരിക്കലും എന്ത് സുഖം കിട്ടാനേ പോകുന്നില്ല. ഭാഗവതം ഉറപ്പിച്ച് പറയുന്നു, ഈ ഭൗതിക ലോകത്തിൽ സുഖം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേയില്ല, ദുഃഖമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, നമ്മൾ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ 1 വർഷം ഇരുന്ന് പഠിക്കും, കഷ്ടപ്പാടുതായി. എന്നിട്ട് ഒരു ദിവസം റിസൾട്ട് വരും, ആ 2ലായി. ആ റിസൾട്ട് വരുന്നന്ന് കുറച്ച് സന്തോഷമുണ്ട്, ഞാൻ ജയിച്ചല്ലോ. പിറ്റേത്തെ മുതൽ 2 കയറി കഴിഞ്ഞാൽ പിറ്റേത്തെ മുതൽ അത് തീർന്നു. 2ാമത്തെ ആകുമ്പോൾ പിന്നെ പഠിക്കലായി.
മറ്റേനെ പറ്റിയുള്ള ചിന്ത പോലും ഇല്ല. പിന്നെ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു കയറും നിമിഷത്തിന്. ഇത്രയേ ഉള്ളൂ സുഖം. ഇപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണ്. അതിന് വേറെ പരിഹാരമൊന്നുമില്ല. ജോലി ചെയ്യാനും കർമ്മം ചെയ്യാനും വേണ്ടിയിട്ടാണ് ജനിപ്പിച്ചിട്ടിരിക്കുന്നത്. അത് ചെയ്തിട്ട് അങ്ങ് കൊടുത്തേക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവിടെ കാല് പിടിക്കാനൊന്നും ആരുമില്ല, കേൾക്കാൻ ആരുമില്ല, ഒന്നിലും തലയിടില്ല. അല്ലാതെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരൊന്നുമല്ല. അദ്ദേഹത്തെ അവരെയെല്ലാം എല്ലാം ഈ ശ്രീഹരിയുടെ ഏകമായ ശ്രീഹരിയുടെ കൺട്രോളിലാണ് ഇവരെല്ലാം ഉള്ളത്. നമ്മളെപ്പോലെ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അവരെല്ലാം ചില ബലങ്ങളാണ്, സൃഷ്ടിക്ക് പിന്നിലുള്ള ബലങ്ങൾ. കഥയിലാണ് കഥാപാത്രമായിട്ട്. കാരണം കുറേ ബലങ്ങളുണ്ടല്ലോ. ഇപ്പം പ്രേമം, കാമം എന്നെല്ലാം പേര് പറയുന്ന വികാരങ്ങളുണ്ടല്ലോ. ലോകത്തെ നയിക്കുന്ന അതെല്ലാം തന്നെയാണ്. പല കുഴപ്പങ്ങൾക്ക് കാരണം ഇതെല്ലാം തന്നെയാണ്. ദേഷ്യം, കോപം. പക്ഷേ അതിനെല്ലാം ആൾരൂപത്തിലാണോ ഉള്ളത്. ഓരോ വിചാരങ്ങൾ അതുപോലെയുള്ളതാണ് സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു പ്രേരക ശക്തി. ഇതെല്ലാം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. പക്ഷെ ഇതെല്ലാം തന്നെ ഏതാണ്? ആ ഏകമായ ശ്രീഹരി, കേവലാനന്ദമായ ഗുണാതീതനായ. അതിനൊരു ഗുണവുമില്ല. അത് ഒരു ഗുണമില്ലാത്ത സാധനത്തു നിന്നാണ് ഇതേമാതിരി ഗുണം തോന്നിക്കുന്ന തരത്തിൽ ഉണ്ടാക്കിയതാണ്. നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുക. ഈ ഗുണം തോന്നിക്കുന്ന ആരാണ്? നമ്മളെ ഇന്ദ്രിയങ്ങളാണ്. നമ്മളെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ഇന്ദ്രിയം ശരിക്കൊന്നും അല്ല തോന്നിപ്പിക്കുന്നത്. വിശക്കുമ്പം തോന്നും ഒരു ബിരിയാണി കഴിച്ചാൽ നല്ല കൊള്ളാമെന്ന്. പോയി കടയിൽ പോയി നല്ലോണം ബിരിയാണി നല്ലോണം വെട്ടി വിഴുങ്ങും. വെട്ടി വിഴുങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങ് എല്ല് കുത്തുമ്പോഴാണ്, എല്ല് കുത്തുക എന്നുള്ള പ്രയോഗമാണ്. പിന്നെ അയ്യേ ഈ നാശം വെറുതെയാ തിന്നത്, ആ ചോറായിരുന്നെങ്കിൽ വയറ്റിനൊരു സുഖം ഉണ്ടായിരുന്നു എന്ന് അന്നേരം തോന്നും. അപ്പോൾ ഒരേ മനസ്സ് തന്നെയാണ് നമ്മളെ ഒരു സമയം നല്ല താല്പര്യം ഉണ്ടാക്കുന്നു, കുറേ കഴിയുമ്പോൾ ഇത് തല്ലിപ്പൊളി സാധനം വേണ്ടാന്നും തോന്നിക്കുന്നത്. പിന്നെ എന്ത്? അപ്പം വികാരങ്ങളൊന്നും ശാശ്വതമൊന്നുമല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അതൊരു മായയാണ്. നമ്മളെ ശരീരത്തിന് എന്ത് വേണോ ആ ചിന്താഗതി, ആഗ്രഹം ഉണ്ടാക്കും. അത് നമ്മൾ വാങ്ങി എത്തുന്നു. വേണ്ടാത്തതിനെ കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നിക്കും. നമ്മൾ ആ വഴിക്ക് പോകില്ല. അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഈ ഉള്ളിൽ കിടന്നിട്ട് ഈ ശ്രീഹരി തോന്നിപ്പിക്കുന്നതാണ്. ആ ശക്തി വിശേഷത്തെയാണ് ശ്രീഹരി. എല്ലാറ്റിനകത്തും വ്യതിരക്തമായ ബ്രഹ്മം അങ്ങ് തന്നെ. അപ്പം നമ്മളെല്ലാത്തിനും ഉള്ളിലുള്ള ഈ സ്വഭാവങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നതിനുള്ള പിന്നിലുള്ള ശക്തി വിശേഷം അത് തന്നെയാണ്. അങ്ങ് തന്നെയാണ്, അങ്ങ് തന്നെയാണ് ആ ബ്രഹ്മം. അല്ലാതെ ഇവിടുന്ന് വിഷ്ണുവിൽ നിന്നെല്ലാം പോയി നമ്മൾ വിഷ്ണുവാണ് മോഹിനി രൂപം കെട്ടി എന്നാണ് ധരിക്കുന്നുണ്ടെങ്കിൽ അത് കഥയിലെ മനസ്സിലെ കയറി വരുന്നതാണ്. ഇതെല്ലാം നിർഗുണമായി ഒരു ഗുണമില്ലാതെ ഒരു ശക്തി വിഷയമുണ്ടല്ലോ, ബ്രഹ്മമാണ് കാട്ടിക്കൂട്ടുന്നത്. അതിനെപ്പറ്റി ആർക്കും ഇതുവരെ മനസ്സിലായിട്ടുമില്ല. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയിൽ കഥാപാത്രമാക്കി വിഷ്ണു ഒരു ഫോട്ടോ എല്ലാം വെച്ച് നമ്മളിങ്ങനെ ആരാധിക്കും. എന്ത് വിഷ്ണു? ഇതൊന്നും അല്ല. ഇത് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി ഒരു രൂപത്തിൽ പറഞ്ഞതാണ്. ഇതിന് രൂപമില്ല, ഭാവമില്ല. അതിനോടൊരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സാധാരണക്കാരന് ഒരു രൂപത്തിൽ തന്നേ ഉള്ളൂ. അതുതന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും സംഹരിക്കുന്നതും ഹേതുവായത്. സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം അത് തന്നെയാണ്. അപ്പം നമുക്ക് തോന്നുന്നു സംഹരിക്കുന്നത് ശിവനല്ലേ എന്ന്, സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവല്ലേ എന്ന്. ഇവിടെ പറയുമ്പോൾ എന്താ പറയുന്നത്? എല്ലാം അത് തന്നെ. ആര്? ശ്രീഹരിയാണ്. ഇവിടെ സൃഷ്ടി ബ്രഹ്മാവുമല്ല, ശിവനുമല്ല, വിഷ്ണുവല്ല, ശ്രീഹരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ശ്രീഹരിയിലേക്കാണ്. ആ നിർഗുണമായ ഒരു ഗുണമില്ലാത്ത സാധനത്തിലേക്കാണ്. ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ പറയുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ല. വിഷ്ണുവിന് സൃഷ്ടിയല്ലല്ലോ പരിപാടി. നമ്മൾ മനസ്സിലാക്കിയ വിഷ്ണുവിന് എന്താണ്? സംരക്ഷിക്കുകയാണ്. സൃഷ്ടിക്കുന്ന ബ്രഹ്മാവാണ് കുറെ തലയെല്ലാം വെച്ചിട്ട്. ഇതെല്ലാം കഥയിൽ സാധാരണക്കാരനായിട്ട് തരംതിരിച്ച് പറഞ്ഞതാണ്. ഇതെല്ലാം തരംതിരിച്ചെങ്കിലും ഒറ്റ ശക്തിയെ കൂടെ ഉള്ളൂ.
നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്കൊരു 33 ദേവതകൾ, ഇതെല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. കഥയിൽ പലതായിട്ട് തിരിച്ചു പറഞ്ഞു എന്നുള്ള എല്ലാം ഒന്നിന് ഒറ്റൊരു ഈശ്വരൻ, ശ്രീഹരി. ഭാഗവതത്തിൽ മുഴുവൻ ശ്രീഹരിനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഭാഗവതം എന്ന് കേൾക്കുമ്പം രാധേ രാധേ എന്നും തോന്നിയിട്ടങ്ങ് പോകും. ഇവിടെ രാധേ രാധേ വെറുതെ ഇല്ല, കൃഷ്ണൻ വെറുതെ ഇല്ല, വിഷ്ണുവെ വരുന്നുള്ളൂ. വിഷ്ണുവിന് പറയുമ്പോഴും പിന്നെ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? അങ്ങ് ശ്രീഹരിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജനങ്ങളെ എങ്ങനെയെങ്കിലും ഈ കഥയിൽ നിന്ന് തിരിച്ച് രാമൻ വല്ലതും വിട്ടിട്ട് അങ്ങ് കൊണ്ടുപോകാനാണ് നോക്കുന്നത്, എവിടത്തേക്ക്? ശ്രീഹരിയിലേക്ക്. എന്നാലും നമ്മളിതിൽ തന്നെ പിടിച്ചങ്ങിരിക്കുകയാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ കർമ്മവും ഫലവും നൽകുന്ന അവനാണ്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, നമുക്കെന്ത് ഫലം ഉണ്ടെങ്കിൽ അത് നൽകുന്നത് അവനാണ്. തന്നാ വാങ്ങിക്കൊള്ളു. കർമ്മം തരുമായി ചെയ്തേ പറ്റൂ. ദൈവമേ എനിക്ക് നല്ലൊരു ജോലി തരണേ എന്നും പറഞ്ഞൊരു വഴിപാട് നടത്തിയാൽ ഒരു പരിപാടിയും നടക്കില്ല. ഉള്ള പൈസയും പോക്കാണ്. അവിടെ കേൾക്കാൻ ആരും ഇല്ല. ഈ ഭഗവാൻ, നമ്മൾ ഈ കാണുന്ന അമ്പലത്തിൽ കാണുന്ന ഭഗവാനെ എല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട്, ഇവിടെ പറയായിരിക്കും വിഷ്ണു എന്നെല്ലാം, പക്ഷെ പറഞ്ഞു എടുത്തുന്നത് എവിടത്തേക്കാണ്? ശ്രീഹരിയിലേക്കാണ്. ഒന്ന് തിരിഞ്ഞു നോക്കാതെ കട്ടിയിലേക്കാണ്. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പേരിട്ടേ ഉള്ളൂ. ആ നിലയിൽ കണ്ടാൽ മതി. അപ്പം ജീവജാലങ്ങളുടെ കർമ്മവും ഫലവും നൽകുന്നത് അവനാണ്. അതാണ് ഈശ്വരൻ. ഇനി 8 കാര്യകാരണ സ്വരൂപമായി രണ്ടായി പിരിഞ്ഞതും അതുതന്നെ. അതാണ് രണ്ടായി പിരിഞ്ഞത്. കാര്യകാരണ സ്വരൂപമായി, കാര്യവും കാരണവും രണ്ടായി പിരിഞ്ഞതും അത് തന്നെ. എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് രണ്ടായി പിരിഞ്ഞു, പിന്നെ പലതായിട്ട് പിരിഞ്ഞതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പക്ഷേ എന്ത് പിരിഞ്ഞാലും അത് തന്നെ, അത് എല്ലാം അത് തന്നെ. ആഭരണമായി രൂപാന്തരപ്പെടുന്നതും അങ്ങനെ രൂപാന്തരം പ്രാപിക്കാതെ സ്വർണവും എന്ന പോലെ. കുറച്ച് സ്വർണം ഉണ്ട് എന്ന് വെച്ചു, ആ സ്വർണം കുറച്ച് മാലയായി മാറുന്നു എന്ന് വെച്ചു. ഇത് തമ്മിൽ അവയിൽ വാസ്തവികമായ വ്യത്യാസമില്ല. ചിന്തിക്കുന്നവന് ഈ സ്വർണവും മാലയും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ട് സ്വർണം തന്നെയാണ്. എപ്പോഴാണ് ഇത് മനസ്സിലാവുക? വിൽക്കാൻ ചെല്ലുമ്പോൾ ഈ മാലയ്ക്ക് അത്രയും വില കിട്ടൂല. ശുദ്ധമായ സ്വർണം കട്ടിയാണെങ്കിൽ അതേ വില ചിലപ്പം തരും. മാലയാണ് അല്ലെങ്കിൽ ഏറ്റവും പണിക്കൂലി കൊടുത്തിട്ടുണ്ടാക്കിയ സാധനമാണെങ്കിൽ പറയാം, അയ്യേ പണിക്കൂലി ഒന്നും തരാൻ പറ്റൂല, പിന്നെ ഇനി ഉരുക്കിയിട്ട് ശരിയാക്കിയതാണ്, ഇതിന് അധികം പൈസ ഒന്നും തരാൻ പറ്റൂല. പണിയൊന്നും ചെയ്യാതെ സ്വർണമാണെങ്കിൽ നല്ല പൈസ തരാം. അപ്പോൾ ഇതെല്ലാം പറ്റിപ്പാണ്, തട്ടിപ്പാണ്. ഇതിലാണ് നമ്മൾ വീണു പോകുന്നത്. അതുപോലെ സ്വർണവും സ്വർണത്തിൻ്റെ ആഭരണവും പോലെയാണ് അജ്ഞതാനിമിത്തം ഏകനായ അങ്ങയെ പലതായി ജനം ഭേദഭാവം കൽപ്പിക്കുന്നു. ജനമാണ് പലതായിട്ട് കണ്ടിരിക്കുന്നത്. ആര്? അജ്ഞത മൂലം. അജ്ഞതയുള്ളവരാണ് ഇവിടെ 38 മുക്കോടി ദേവതകളുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് അജ്ഞതയാണ്. അങ്ങനെ 38 മുക്കോടി ദേവതകളൊന്നുമില്ല. അവർ അതിനെ പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ആ ഏകമായ ബ്രഹ്മമാണ്, ശ്രീഹരി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു പ്രതിമ ഉണ്ടാക്കാനും പറ്റില്ല. കാരണം രൂപവും ഭാവവുമില്ല. പിന്നെ ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അതൊന്നിലും തലയിടാനും പോകുന്നില്ല. അതിന് എവിടും കേൾക്കില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയുന്നുമുണ്ട്. അറിയുന്ന കക്ഷിയോട് അങ്ങോട്ട് കയറി പറയേണ്ട ആവശ്യമില്ല. അത് തീരുമാനിച്ച വരെയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതാണ് എല്ലാറ്റിൽ നിന്നും മുക്തനായ അങ്ങേക്ക് പ്രകൃതി ഗുണങ്ങളിലുള്ള ഭേദഭാവം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളെ കൊണ്ടാണ് മനുഷ്യരിൽ എന്തുണ്ടാകുന്നത്? ഭേദഭാവം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. അതായത് ഒരു വള കാണുമ്പോൾ, ഒരു മാല കാണുമ്പോൾ നമുക്കെന്ത് തോന്നിയാണ്? അതിൻ്റെ ഗുണങ്ങളെ കൊണ്ട്, ഈ മായാപരമായി ഉണ്ടാക്കിയ ഗുണങ്ങളെ കൊണ്ടാണ് ഇത് നല്ലത് മറ്റേത് മോശം എന്ന് തോന്നിയിട്ട്
സ്വർണ്ണക്കടയിൽ കയറിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരിഞ്ഞിട്ട് വൈകുന്നേരം ഒന്നെടുത്തിട്ട് വരും. ഒന്നും ഇഷ്ടപ്പെടുള്ളൂ. ഒന്ന് കാണുമ്പോൾ മറ്റേത് തന്നെ, മറ്റേത് കാണുമ്പോൾ ഇപ്പുറത്ത് തന്നെ. ഏത് വേണം, ഇത് വേണോ അത് വേണോ, ആകെ ആശയക്കുഴപ്പമാണ്. സ്വർണത്തെ ഒന്നല്ല അവിടെ ചിന്തിക്കുന്നത്, ഈ പണിയേറ്റ രൂപവും ഭാവവും നോക്കിയിട്ടാണ്. ഇതെന്തുകൊണ്ട് ഒരു തരം ഭ്രമം, ഭേദഭാവം കൊണ്ട് ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതെന്താണ്? സ്വർണമാണ്. ഈ ബോധം എപ്പോഴേ വരും? വാങ്ങിയിട്ട് പിറ്റത്തെ ദിവസം വിൽക്കാൻ ചെല്ലുമ്പം ഈ പറഞ്ഞ പരിപാടിയെല്ലാം പൊളിയും. അപ്പോഴേ ബോധം തലയ്ക്ക് വരുള്ളൂ, ഓ ഇത് സ്വർണം തന്നെയാണ്, ഞാൻ തിരഞ്ഞത് എന്താണ്. ഇങ്ങനെ ഭ്രമത്തിൽപ്പെട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭേദഭാവം തോന്നുന്നതുകൊണ്ടാണ് ഈ ഗുണങ്ങൾ, വ്യത്യസ്തമായ ഗുണം കൊണ്ട്. ഒന്ന് തെങ്ങ്, മറ്റേത് കവുങ്ങ്. കൊള്ളാം, കവുങ്ങിൻ്റെ ചെടിക്ക് 10 റുപ്യ കൊടുത്താൽ മതിയെങ്കിൽ തെങ്ങിൻ്റെ ചെടിക്ക് 100 റുപ്യ കൊടുക്കണം. കാരണം രണ്ട് കാണുമ്പോൾ വ്യത്യസ്തം. പക്ഷെ രണ്ടും എന്താണ്? ബ്രഹ്മമാണ്. ഇനി വേദാന്തികൾ 9 പറയുകയാണ്, വേദാന്തികൾ അങ്ങേ ബ്രഹ്മസ്വരൂപമായി കാണുന്നു. അപ്പം ശരിയായ ആത്മീയതയിലേക്ക് തിരിയുന്നവർ, വേദത്തിൽ വിശ്വസിക്കുന്നവർ, വേദരഹസ്യം മനസ്സിലാക്കുന്നവർ, ഈ ഭാഗവതം മനസ്സിലാക്കുന്നവർ, രാമായണം മനസ്സിലാക്കുക. രാമായണം എന്ന് പറഞ്ഞാൽ പല രാമായണമുണ്ട്. അതിൻ്റെ പിൽക്കാലത്ത് കുറേ രാമായണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയായ രാമായണം നമുക്കിവിടെ വരും, വേദവ്യാസം പറഞ്ഞ രാമായണം. പിന്നെ അതിൻ്റെ അകത്ത് കുറേ പൊടിപ്പും തൊങ്ങലും എല്ലാം വെച്ചിട്ട് കമ്പരാമായണം, ആധ്യാത്മരാമായണം എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട്. രാമായണങ്ങൾ കുറേ ഉണ്ട്. ഇതും വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതിൽ മുഴുവൻ വ്യാഖ്യാനിക്കുന്ന കഥ രൂപത്തിൽ ആരെല്ലോ വ്യാഖ്യാനിച്ചെഴുതി. ശരിയായ രാമായണം കുറച്ചേ ഉള്ളൂ, അതിവിടെ തന്നെ നമ്മൾ കാണും. അപ്പോൾ ശരിയായ വേദത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങേ ബ്രഹ്മസ്വരൂപമായി കാണുന്നു. വിഷ്ണുവായാലും എല്ലാം ബ്രഹ്മമായി കാണണമല്ലാതെ ഈ ചീള് കഥയിലുള്ള കഥാപാത്രത്തിൽ വിവരിച്ച കണ്ണും മൂക്കും വെച്ചിട്ടുള്ള രൂപത്തിൽ കാണരുത്. അത് അവർക്കൊന്നും ആത്മീയതയില്ല. സാധാരണ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് വേണ്ടിയാണ് ബാലരമ, പൂമ്പാറ്റയിലെല്ലാം ഓരോ രൂപത്തിലെല്ലാം വരച്ചു വെക്കുന്നത്. കാരണം അവരുടെ കുട്ടികളെ മനസ്സാണ്. അതുപോലെ ഭൂരിപക്ഷം 99% ആൾക്കാരും കുട്ടികൾക്ക് സമാനമാണ്. അതുകൊണ്ട് കഥ രൂപത്തിലെല്ലാം വരച്ച് പറഞ്ഞു കൊടുത്ത് എന്നല്ലാതെ വേദത്തിലെ അർത്ഥം മനസ്സിലാക്കുന്നവര് ഇങ്ങനെയൊന്നും കാണില്ല, വ്യത്യസ്തമായി കാണില്ല. എല്ലാത്തിനെയും ബ്രഹ്മസ്വരൂപമായി കാണും. ചിലര് ധർമ്മസ്വരൂപമായും, ബ്രഹ്മം എന്ന് പറയുന്ന പേര് നമ്മൾ ആരോ ഋഷികൾ കൊടുത്തതാണ്. അതിന് രൂപമില്ല ഭാവമില്ലാത്ത ഒരു സാധനത്തിന് ഇങ്ങനെ പേര് കൊടുക്കുക. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, പിന്നെ എങ്ങനെ പേര് കൊടുക്കുക? പിന്നെ ഒരു പേരില്ലാതെ ബുക്ക് എഴുതാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ബ്രഹ്മം കൊടുത്തു. ചിലവരെന്തായിട്ട് കാണുന്നു? ധർമ്മസ്വരൂപമായിട്ട് കാണുന്നു. ചിലർ സ്ഥൂല സൂക്ഷ്മത്തിൽ നിന്നും അതീതമായ മൂലപ്രകൃതിയുടെ നിയന്താവായിട്ട് കാണുന്നു. അതല്ല, അവരവരുടെ മാനസിക ലെവൽ അനുസരിച്ച് നിയന്താവായിട്ട്, ഈ പ്രകൃതിയുടെ എല്ലാം നിയന്താവായിട്ട് ആരെ കാണുന്നു? ഈ വിഷ്ണുവെ കാണുന്നു. ഇവിടെ പറയുന്ന ആരെയാണ്? വിഷ്ണുവിനെ പറ്റിയാണെന്ന് നോക്കണം. ഈ വിഷ്ണുവിനെ ഏതായിട്ടാണ് നമ്മൾ കാണുന്നത്? ഈ കണ്ണും മൂക്കും പറ്റ രൂപത്തിലൊന്നും കാണരുത്, ഇങ്ങനെ കണ്ടോളണം. ചിലവർ നവശക്തികളെയും മറ്റു ചിലർ നിർവികാരനായും അങ്ങേ കാണും. ഒരു വികാരവും വിചാരമില്ലാത്തവനായിട്ട് അങ്ങേ കാണുന്നു. അപ്പൊ ആദ്യം തന്നെ ഈ വിവരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കഥ പറയുന്നത് കാര്യങ്ങൾ, കുറച്ച് ആശയങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനെ അതേപോലെ മുറുക്കി പിടിച്ച് നടന്നുകൂടാ. ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഈ വിഷ്ണുവിനെ തന്നെ വിവരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടും തലയിൽ കയറില്ല. നമ്മൾ പഴയ രൂപത്തിലേക്ക് പോകുന്നു കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്. ഇതാരാണ് പറയുന്നത്? ശിവനാണ് പറയുന്നത്. ഞാനും ആര് പറയുന്നു? ശിവൻ പറയുന്നു.
പരമശിവൻ, ഞാനും പരമാവധി ആയുസ്സുള്ള ബ്രഹ്മാവും സൃഷ്ടി നടത്തുന്ന ശക്തിയും മരീചി മുതലായ മുനിമാരും സത്വഗുണക്കാരാണെങ്കിലും നമുക്കെല്ലാം സത്വഗുണമുണ്ട്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായിരിക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും അങ്ങയെ പൂർണ്ണമായി അറിയുന്നില്ല. ആര് പറയാണ്? ശിവനും പറയുന്നത്, ബ്രഹ്മാവോട് കൂട്ടിയിട്ട് പറയാണ്, അങ്ങയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ആരെ? വിഷ്ണുവിനെയല്ല, ആ നിർഗുണമായ ബ്രഹ്മം, അതാണ് ഈശ്വരൻ. അതിനെ പൂർണ്ണമായിട്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ശാസ്ത്രലോകത്തിന് മനസ്സിലായില്ല. ആധുനിക ശാസ്ത്രവും എന്തിനെ കൊണ്ടാ വസ്തുക്കൾ എന്നാണ്, തന്മാത്രകൾ, ആറ്റങ്ങൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം എനർജി എത്തി അതിൻ്റെ അപ്പുറം എത്തുമ്പോൾ കന്തപ്പെട്ടു പോയി അവർ ഇട്ടെറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. മതിയേ, നമ്മൾ സയൻസും പഠിക്കുന്നില്ല, ഒരു ചുക്കും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇട്ടെറിഞ്ഞു ഓടി. കാരണം അതിനെ മനസ്സിലാക്കാൻ പറ്റൂല. എന്തോന്നുണ്ട് അത്രയേ പറയാൻ പറ്റൂ. ഏതോ ഒന്നിൽ നിന്നാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഊർജവും പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഉണ്ടായ ക്രമമല്ല സയൻസ് നമുക്കറിയാം. പക്ഷെ ആദ്യമുള്ള ആ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവർക്കും കിട്ടിയിട്ടില്ല, ഋഷികൾക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ രൂപവും ഭാവമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കും അറിയില്ല. ആര് പറയാണ്? കൈ മണർത്തുകയാണ് ആര്? ബ്രഹ്മാവും പരമശിവനുമല്ല. ഇവരെല്ലാം ദേവതകൾ, നമ്മളെപ്പോലെയുള്ള ആ ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ച ഓരോ തരം സ്വഭാവ വിശേഷങ്ങളുള്ള സംഗതികൾ. അതുകൊണ്ട് അവരെല്ലാം ഈ ശക്തിയുടെ വെറും ജോലിക്കാര്. നമുക്ക് പിന്നെയും സ്വാതന്ത്ര്യമുണ്ട്, കാരണം ഒരു 5-8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. ഇവർക്കാണെങ്കിൽ 24 മണിക്കൂറും ജോലിയാണ്. ബ്രഹ്മാവിന് രാവിലെ തൊട്ട് വൈകുന്നേരം ഉറക്കില്ല. രാത്രിയെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാന് ജോലി ഒരു നിമിഷം പോലും. കാരണം അവിടെ നിന്ന് ശ്രീഹരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ. വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ട്. നിങ്ങളധികം ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ കുറച്ച് ചെയ്താണ്. അപ്പം നമ്മൾ എത്രയോ നമ്മളോടതാണ് കുറച്ചും കൂടി കൃപയുള്ളത്. ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം രാവിലെ തൊട്ട് ഉറങ്ങാതെ കിടന്നുറങ്ങിയാണ്. ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സൃഷ്ടിയാര് നടത്തും? വിഷ്ണു ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു നാട്ടിലുള്ള ദേവത ഉറങ്ങിക്കഴിഞ്ഞാൽ ആ നാടിൻ്റെ അവസ്ഥ എന്താണ്? ദേവതകൾക്കൊന്നും ഉറക്കില്ല. ഉറക്കാൻ വിചാരിച്ചാലും നടക്കില്ല. കാരണം അവർക്ക് ഇഷ്ടംമാതിരി ജോലിയുണ്ട്. ഭൂമിയെ പരിപാലിക്കേണ്ട ശക്തിയാണ്. ഓരോ ദേശത്തെയും പരിപാലിക്കേണ്ടതാണ് വിഷ്ണു, കൃഷ്ണനും എല്ലാം. അവർ കിടന്നുറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിത് ശരിക്കും ചിന്തയിലൂടെ, ബുദ്ധിയിലൂടെ ബുദ്ധി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്തിച്ചു നോക്കണം. ദൈവങ്ങളെങ്ങനെ ഉറങ്ങുന്ന? അവരെ ജോലിക്ക് പിടിച്ചിട്ടിരിക്കുക 24 മണിക്കൂറും. വിഷ്ണുവിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സംരക്ഷണം വേണം. ഉറക്കമില്ല. നമ്മളെ പട്ടാളക്കാർക്ക് അതിർത്തിയിലാണെങ്കിലും ബാക്കി സമയം കിടന്നുറങ്ങാം. അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. അവരെക്കാട്ടിയും കഷ്ടമാണ് ഈ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും എല്ലാം അവസ്ഥ. നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു നോക്കണം പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ. അങ്ങേ പൂർണ്ണമായിട്ട് അറിയില്ല എന്ന് പറയുകയാണ്. ആകയാൽ മായാമോഹിതരായ അസുരനും മനുഷ്യരും പിന്നെ എങ്ങനെ അറിയാനാണ്? ബ്രഹ്മാവും ശ്രീഹരി ശിവനും പറയുന്നു നമുക്ക് പോലും അങ്ങേ അറിയില്ല. പിന്നെ ഈ കടിമപ്പെട്ട് കിടക്കുന്ന ഈ അനുസരന്മാരും മനുഷ്യർ എങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കാൻ പോകുന്നത്? ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇമ്പോസിബിൾ.
നമുക്കതിനെ ബിംബമൊന്നും വെച്ച് ബിംബം വെച്ച് പൂജിക്കണമെങ്കിൽ അതിനൊരു ബിംബം ഉണ്ടാക്കണ്ടേ, രൂപാലയുണ്ട്. രൂപം പോലും ഇല്ലാത്ത സംഗതിയിൽ എങ്ങനെയാണ് ആരാധിക്കുക? പരന്ന് അങ്ങ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവയും ജീവികളുടെ ശാരീരിക ചേഷ്ടകളും ജഗത്തിന്റെ പരസ്പര ബന്ധനത്തെയും വായു എല്ലാറ്റിലും വ്യാപിച്ച പോലെ അങ്ങ് അവയിൽ ആത്മത്വേന അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് എല്ലാം അറിയുന്നു. എല്ലാറ്റിലും ആവേശിച്ചിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാറ്റിനെയും സൃഷ്ടി സ്ഥിതി സംഹാരം, എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ട് ആ ശക്തിയാണ് സൃഷ്ടിക്കുന്നത്. കഥയിൽ വരുമ്പോൾ ഈ ശക്തിനെ മൂന്നായി തിരിച്ചിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞ് 3 പേരിൽ കൊടുത്തതാണ്. 3 പ്രവർത്തന ശൈലിയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ആ ശക്തി തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചിട്ട് അതിലുള്ള ജീവികളുടെ എല്ലാ ചേഷ്ടകളും അവർ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ കാട്ടിക്കൂട്ടുന്ന എല്ലാം അത് തീരുമാനിച്ച പ്രകാരമാണ്. നമ്മളെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം എല്ലാ ബ്രഹ്മം തന്നെയാണ് ആയിരിക്കുന്നത്. പിന്നെ എല്ലാം പരസ്പരം ബന്ധിച്ചിട്ട് അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് നമ്മൾ ഉള്ളിലിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാം നടക്കുന്ന കാര്യമെല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്, എൻ്റെ മോക്ക് കല്യാണം ഒന്ന് നടത്തി തരണം. അതിനറിയാം എപ്പോഴും കല്യാണം കഴിപ്പിക്കണം. അത് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് പെൺകുട്ടീൻ്റെ ഉള്ളിലോട്ട് നിൽക്കുന്നത്. അത് തന്നെയാണ് അവർക്ക് ഡിസൈഡ് ചെയ്ത പയ്യനായിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആ ശക്തി തന്നെയാണ്. സമയത്തുമ്പോൾ അത് രണ്ടമ്മങ്ങ് ചേരും, അത്ര തന്നെ. പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ടോട് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പം ജീവിതം എത്ര സുഖപ്രദമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക. ഫലം അത് തീരുമാനിച്ചു. ഇനി 12 പ്രകൃതി ഗുണങ്ങളോട് കൂടി ചേർന്ന കളിയായിട്ട് അങ്ങ് പല അവതാരങ്ങൾ പലതും എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രകൃതി ഗുണങ്ങളോട് ചേർന്ന കളിയായിട്ട്, ഇത് അങ്ങയുടെ ഒരു കളി രൂപത്തിൽ പ്രകൃതിയുടെ ഗുണങ്ങളോട് കൂടിയിട്ട് പല അവതാരങ്ങൾ എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനും ഒരു അവതാരം തന്നെയാണ്. അങ്ങ് തന്നെയാണ് ഇതായിട്ട് മാറിയിരിക്കുന്നത്. ഈ കേൾക്കുന്നവരെല്ലാം അങ്ങ് തന്നെയാണ് കേൾക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നത്. അതെല്ലാം അങ്ങയുടെ അവതാര രൂപം തന്നെയാണ്. അപ്പം അങ്ങനെ പല അവതാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങയാൽ ധരിക്കപ്പെട്ട സ്ത്രീയുടെ രൂപം ദർശിക്കുവാനാകുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയായിട്ട് വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടാക്കൊള്ളാതെ ഒരു മോഹമുണ്ട് എന്ന് ആര് പറയുകയാണ്? ഈ പരമശിവൻ പറയുകയാണ്. 13 യാതൊരു സ്ത്രീ ശരീരം കൊണ്ട് അസുരന്മാർ മോഹിക്കപ്പെട്ടുവോ, ദേവന്മാരെ അതിലൂടെ അമൃതം പാനം ചെയ്യിക്കപ്പെട്ടുവോ, അതിനെ ദർശിക്കുവാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് അത് കാണുവാനുള്ള കൗതുകം ഉണ്ട്. 14 ശ്രീ സുഗൻ പറയുകയാണ്, പരമശിവൻ ഇങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണു പ്രവചിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, അങ്ങനെ കാണാൻ 16 പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് മഹാവിഷ്ണു പ്രവചിച്ചത്. എന്താണ് പറഞ്ഞത്? പതിനഞ്ചിൽ പറയുകയാണ്, അമൃതകലശം അവരുടെ കയ്യിൽപ്പെട്ടപ്പോൾ, അസുരന്മാരുടെ കയ്യിൽ അമൃതകലശം പെട്ടപ്പോൾ
ദേവന്മാരുടെ കാര്യം ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ആ അസുരന്മാരിൽ കൗതുകം ജനിപ്പിക്കുവാൻ സ്ത്രീവേഷം ഞാൻ എടുത്തു. അവരിൽ കൗതുകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ത്രീവേഷം എടുത്തിരിക്കുന്നത്. അതിനെ കാണുക പൈനാറ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതേ രൂപത്തിൽ പ്രകടമാകാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രകടമാകാം. പക്ഷേ കാമവികാരം ഉണർത്തുന്ന അത് കാമികൾക്ക് മാത്രമേ അധികം ആദരണീയമായിട്ടുള്ളൂ. ഈ കാമവികാരം ഉണർത്തുന്ന രൂപമാണ് സ്ത്രീ രൂപം അല്ലെങ്കിൽ മായാരൂപം. അത് കാമികൾക്ക് മാത്രമേ അധികം ആദരണീയരായിട്ടുള്ളൂ. കാമത്തിനടിപ്പപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സ്ത്രീകളെയെല്ലാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്, അല്ലാത്തവർക്കല്ല. അതായത് ശരിയായ ലോകം ഉണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു മായ പിടിപ്പിച്ചുകൊണ്ടാണ് മായാപ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്നത്. ഈ മായാപ്രപഞ്ചമാണ് ഇവിടെ സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം ഈ മായാലോകത്തിൽ ആളുകൾ മുഴുവൻ ഭ്രമിക്കും. മായാലോകത്തിൽ ഈ മായയിൽ നിന്ന് മുക്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിവനെയും ലക്ഷ്മിയെയും നമുക്കെല്ലാം ആ രൂപത്തിൽ കാണാം. എല്ലാം ബ്രഹ്മമായിട്ട് കാണാം. ശിവനും ലക്ഷ്മിയല്ലേ ഏതാണ് ദ്വയമായിട്ട് മാറിയതാണ്. ഏത് ദ്വയമായിട്ട് മാറിയതാണ്? ശ്രീഹരിയാണ്. അപ്പോൾ വിഷ്ണു തന്നെ മായാലോകത്തെയാണ് മായാമോഹിനി എന്ന രൂപത്തിൽ പറഞ്ഞു വെച്ച് കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മായാലോകമാണത്, അല്ലാതെ ഒരു പെണ്ണായിട്ട് കഥയായിട്ട് ചിത്രീകരിക്കുന്നേ ഉള്ളൂ. ഈ ലോകമാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്. ഒരു പൂവ് കാണുമ്പോൾ മോഹം, കനകം മൂലം, കാമിനി മൂലം എല്ലാം നമുക്കിത് കാണുമ്പോൾ മോഹം ജനിക്കും. നമ്മളെല്ലാം ഇതിൻ്റെ പിന്നാലെ ഓടും. ഇപ്പം ഈ ലോകം, മായയിൽ മൂടിവെച്ച ഈ ലോക പ്രപഞ്ചം ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് കണ്ടാൽ മതി. 17 ശ്രീ സുഗൻ. വിഷ്ണു അത്രയും പറഞ്ഞ് അവിടെ നിന്നും അന്തർധാനം ചെയ്തു, ഒറ്റ പോക്ക് പോയി. ശിവൻ ഉമാദേവിയോടുകൂടി എല്ലാ ദിക്കിലേക്കും നോക്കിക്കൊണ്ടിരിപ്പായി. ശിവനും ഉമാദേവിയും കാണാൻ വേണ്ടിയിട്ട് ഏത് ഭാഗത്തുനിന്നാ വരുന്നതെന്ന് അറിയില്ലല്ലോ. 18 അപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു സ്ത്രീയായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും നമ്മളെ മനസ്സ് എപ്പോഴും ആ പിന്നിലുള്ള രഹസ്യത്തിലേക്ക് ഉറച്ചു ഇടയ്ക്ക് പോകണം. വിട്ടുപോകരുത്. വിട്ടുപോയി പോയാലും നമ്മളും ആ വികാരത്തിന് അടിമപ്പെട്ടു പോയി പോകും. കാരണം അങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെയാണ് മായാമോഹിനിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഇതൊരു സുന്ദരിയായിട്ടാണെങ്കിൽ നമ്മൾ വല്ലതും ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ, കാരണം ചിലവർക്കെല്ലാം ചില മഞ്ഞ വീക്കിലികൾ എന്തെല്ലാം പച്ചയോ എന്തെല്ലാം വീക്കിലികളെല്ലാം ഉണ്ട്. അതെല്ലാം വായിക്കാൻ വലിയ ഇഷ്ടമാണ്, അതുവരെയായി പോകും. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം തന്നെ വിഷ്ണു എന്താണെന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. മായാമോഹിനി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ആ സത്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി കഥകൾ കുട്ടികൾക്ക് പറയുന്ന കഥ രൂപത്തിൽ, അല്ലെങ്കിൽ അജ്ഞാനികൾക്ക് പറയുന്ന രൂപത്തിൽ, അത്രമാത്രം ചിന്തിക്കാൻ കഴിവില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി, ഇല്ലേ നേരത്തെ പറഞ്ഞല്ലോ കാമത്തിന് അടിമപ്പെട്ടവർക്ക് മാത്രമേ ഇതിനെക്കൊണ്ട് വല്ല പ്രയോജനമുള്ളൂ. അവർക്ക് ഇതിനെക്കൊണ്ട് പ്രയോജനമുണ്ട്, ഈ വർണ്ണനെ കൊണ്ട്. എന്നാൽ ഈ വർണ്ണനമൊന്നും അതേപോലെ ഒന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം ഇതിനകത്ത് വിസ്തരിച്ച മാതിരി ഒരുമാതിരി ഓടിച്ചിട്ട് പറയുന്നേ ഉള്ളൂ. കാരണം കുറേ വിസ്താരമുണ്ട്.
18. അനന്തരം പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഉദ്യാനത്തിൽ പന്താട്ടം ആടുന്നവളായിട്ട് ഒരു പന്തിങ്ങനെ കളിക്കുന്ന മാതിരിയാണ് അടുത്ത് കണ്ട ഒരു പൂന്തോട്ടത്തിൽ അവൾ പ്രത്യക്ഷപ്പെട്ടത്. ഒരു പന്തിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. തിളങ്ങുന്ന പട്ടാട ധരിച്ചുകൊണ്ട് ചുറ്റിക്കൊണ്ട് ഒരു പട്ടാട ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിതംബത്തിന് ചുറ്റി മറച്ചു ചുറ്റിട്ടുണ്ട്. നിതംബത്തിന് അതിലൂടെ അരഞ്ഞാണത്തിൻ്റെ ഇതും കൂടി അവിടെ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അരഞ്ഞാണെല്ലാം അതിനോടുകൂടി ബന്ധിപ്പിച്ച നിലയിലാണ് മോഹിനിയെ കാണുന്നത്. പത്തൊമ്പതില് പന്തടിക്കുമ്പോൾ പന്തിങ്ങനെ തട്ടിക്കൊണ്ടല്ലേ ഇരിക്കുന്ന. അപ്പം ചിലപ്പം കുമ്പിടും. ബോള് താഴത്തെടുക്കാൻ വേണ്ടി കുമ്പിടണമല്ലോ. ചിലപ്പം നിവരും. അപ്പോൾ ഇങ്ങനെ പൊന്തി ഇരിക്കും താടിയെല്ലാം ചെയ്യുമ്പോൾ എന്ത് പറ്റും? തുളുമ്പിച്ചാടുന്ന കൊങ്കകളുടെയും അതിലൂടെ ഭാരത്താൽ അതിൽ തുളുമ്പിച്ചാടുന്ന കൊങ്കകളെല്ലാം തുളുമ്പിച്ചാടുന്ന ഭാരം കൊണ്ട് ഇങ്ങനെ തുളുമ്പിച്ചാടും. ഏതുമാതിരി ബോള് മാതിരി. പിന്നെ കുറേ നീട്ടി വലിച്ചിട്ടുണ്ട്. ഞാൻ വിട്ട് പോവുകയാണ്. ഓരോ അടിവെപ്പിലും നടുവൊടിഞ്ഞു പോകുന്നത് പോലെ ഓരോ അടിവെപ്പലും വെക്കുമ്പോൾ ഇങ്ങനെ ബോൾ തട്ടിക്കൊള്ളുമ്പോൾ നടുവൊടിഞ്ഞു പോകും. കാരണം ആ വയറിൻ്റെ ഭാഗം അത്രയും അരയെല്ലാം അങ്ങനെയാണ്. അവിടുന്ന് പൊട്ടിപ്പോകുമെന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലാതെ വലിയ കൊടവയറുകളായിട്ട് ഇങ്ങനെയൊന്നും അല്ല. ഇരിക്കുന്ന അവളെ അങ്ങനെ പല വിധത്തിൽ ആകർഷിക്കുന്ന അവളെ ഞാൻ ആലം വിട്ടിട്ട് ചുരുക്കി പറയുകയാണ്. ഇനി 20 ഓരോ ദിക്കിലും പന്ത് തെറ്റി തെറിക്കുന്നതിനനുസരിച്ച് പന്തിങ്ങനെ തെറ്റി പോകുമല്ലോ. നീള കണ്ണുകളോടുകൂടി കാതുകളിൽ നിന്നെല്ലാം മിന്നിത്തിളങ്ങുന്ന ഇതെല്ലാം ഉണ്ട്. കുണ്ടലങ്ങളെല്ലാം ഉണ്ട്. കാന്തിയുള്ള കരിമിഴികളുണ്ട്. കറുത്ത കുറുനിരകളുണ്ട്. 21 കിഴിഞ്ഞു വീഴുന്ന പട്ടുട വാടയല്ല ഉടുത്തിരിക്കുന്നതെല്ലാം അങ്ങ് അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. കെട്ടഴിഞ്ഞ കാർപ്പൂന്തലെല്ലാം അങ്ങ് കെട്ടഴിഞ്ഞ് കിടക്കുകയാണ്. കാരണം ഇങ്ങനെ ഓടി നടക്കുമ്പോഴെല്ലാം അങ്ങ് അഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇടം കൈ കൊണ്ട് ആ അഴിഞ്ഞു വീടുന്നതിനിങ്ങനെ തുണിയിലിങ്ങ് പിടിച്ചിട്ടുണ്ട്. വലത് കൈയിൽ പന്ത് തട്ടിക്കൊണ്ടും ലോകത്തെ തൻ്റെ മായാവിലാസത്താൽ മോഹിപ്പിച്ചുകൊണ്ടും ലോകത്തെയെല്ലാം മോഹിപ്പിച്ചുകൊണ്ടാണ് അവളിങ്ങനെ പന്തും തട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇനി 22 ആ മായാമോഹിനിയെ കണ്ടിട്ട് ശ്രീരുദ്രൻ അവളുടെ കടക്കണ്ണാൽ ബന്ധിതനായി പരസ്പരമുള്ള വീക്ഷണത്തോടുകൂടി അങ്ങോട്ട് പരസ്പരം എല്ലാം വീക്ഷിച്ചു. വിശുദ്ധമായ അന്ധകരണത്തിൽ അകപ്പെട്ടിട്ട് തൻ്റെ അടുത്തിരിക്കുന്ന ഉമയെയും പാർശ്വതന്മാരെയും അറിഞ്ഞില്ല. അവർ തമ്മിൽ നോക്കിയപ്പോൾ അവിടെ കടക്കടലാക്കിയപ്പോൾ ഈ രുദ്രൻ്റെ അടുത്തിരിക്കുന്ന ഉമയെല്ലാം അടുത്തിരിക്കുന്നുണ്ട്. അതെല്ലാം അങ്ങേര് മറന്നുപോയി. കുറേ പാർശ്വതന്മാരെല്ലാം ഉണ്ടാക്കി ഇരിക്കുകയായിരുന്നു അടുത്ത്. അതെല്ലാം അയാൾ മറന്നുപോയി. 23 അവളുടെ പന്ത് ഒട്ടകലത്തേക്ക് തെറിച്ചു പോയപ്പോൾ അതിനെ പിന്തുടർന്നോടിയ സ്ത്രീയുടെ നേരിയ ഉടുവസ്ത്രത്തെ ഭഗവാനായ ശ്രീരുദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അപ്പോൾ അവളുടെ ഉടുവസ്ത്രത്തെ കണ്ണെടുക്കാതെ രുദ്രൻ ഇവള് ബോൾ കുറച്ച് അങ്ങോട്ട് ഓടുമ്പോൾ ആ ഉടുവസ്ത്രത്തെയാണ് അവള് രുദ്രൻ നോയിക്കൊണ്ടിരുന്നത്. അപ്പം കാറ്റെന്ത് ചെയ്തു? അരഞ്ഞാണോടുകൂടി ആ
വസ്ത്രത്തെ എല്ലാം തട്ടിയെടുത്ത് പറത്തിക്കൊണ്ട് പോയ അത്രേ എന്നാണ് പറയുന്നത്. ഇങ്ങാർക്കും വലിയ നിശ്ചയമൊന്നുമില്ല, എഴുതുന്നാർക്കും. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും അതേപോലെ ആണെന്ന് ചിന്തിക്കുക. എന്നോടാരോ അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിലയിലാണ് വേദവ്യാസൻ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തട്ടിയെടുത്ത് പറത്തിക്കൊണ്ട് പോയ അത്രേ. അപ്പൊ അങ്ങേർക്ക് വലിയ നിശ്ചയമൊന്നുമില്ല, ആരോ പറഞ്ഞു കേട്ട മാതിരിയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇതെല്ലാം പറഞ്ഞത്? നിങ്ങൾ ഇതൊന്നും കേട്ട് ഇതെല്ലാം അതേമാതിരി സംഭവിച്ചാണെന്നും ധരിച്ചു പോകരുത്. എന്നിട്ടോ 24, ഇങ്ങനെ മനസ്സിനെ രമിപ്പിക്കുന്ന അവളെ കണ്ടിട്ട് പരമശിവൻ മനസ്സിൽ അവളെ ഏകാഗ്രമാക്കി. അയാളുടെ മനസ്സ് ഏകാഗ്രമായിട്ട് അവളെ മനസ്സ് അവളിലേക്ക് തന്നെ അങ്ങ് ഉറപ്പിച്ചു. ബാക്കി ഈ ലോകമെല്ലാം അങ്ങ് മറന്നു അങ്ങേര്. 25, അവളാൽ അപഹരിക്കപ്പെട്ട വിവേകത്തോടും അവളാൽ ഉണ്ടാക്കപ്പെട്ട കാമവികാരത്തോടും കൂടിയവനായി ഭവിച്ച ശിവൻ സതീദേവി കണ്ടുകൊണ്ട് ഇരിക്കെ തന്നെ അവളുടെ അടുത്തേക്ക് പോയി. സതിയാണ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം വിട്ട് നേരെ അവളെ പിന്നാലെ ഓടി. 26, വസ്ത്രമില്ലാതെ നിൽക്കുന്ന അവളുടെ അടുത്ത് വന്ന ഉടനെ, അവളെ വസ്ത്രമെല്ലാം അങ്ങ് പോയല്ലോ, അങ്ങനെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെ കണ്ട് ലക്ഷ്യതയായി ഉടനെ എന്ത് ചെയ്തു? ചെടികളുടെ മരങ്ങളുടെ ഇടയിൽ പോയിട്ട് ചിരിച്ചുകൊണ്ട് നിന്നു. എന്നാൽ ഒരിടത്തും അനുസരിച്ചു നിന്നില്ല. ഇനി 27, ജ്ഞാനവൈരാഗ്യാദി ഗുണങ്ങൾ തികഞ്ഞവനെങ്കിലും, ഈ പരമശിവൻ ജ്ഞാനമുണ്ട്, വൈരാഗ്യം വന്നവനാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണെങ്കിലും ഇന്ദ്രിയങ്ങളാൽ കാമവികാരത്തിലേക്ക് നയിക്കപ്പെട്ടു. അയാൾ കാമവികാരത്തിന് അടിമപ്പെട്ടു പോയി. ഇന്ദ്രിയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങേരെ കാമവികാരത്തിന് അടിമയാക്കി. പിന്നെ ആനത്തലവൻ പിടിയാനയെ പിന്തുടരുന്ന പോലെ അവിടെ പിന്തുടർന്നു. ആണാന പിടിയാനയുടെ പിന്നാലെ പോകുന്ന ഭാര്യ ശിവനും നേരെ പിന്നാലെ പോയി. ഏത് ശിവനാണ്? നമ്മൾ ഈശ്വരനാണെന്ന് വിചാരിക്കുന്ന ജീവനാണ്. ആത്മീയത ഭൗതികതയില് നമ്മളെക്കാട്ടിയും കഷ്ടമാണ്. നമ്മളെക്കാട്ടിയും കഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം ഈ വിവരണം എല്ലാം കാണുമ്പോൾ അത്രയാണ്. ഇത് ഭൗതികത്തില് അത് എന്താ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം മനസ്സിലാക്കണം. നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെയുള്ള കക്ഷികളാണ് ഈ ശിവനും ശിവനും ബ്രഹ്മാവും. അവരുമായിട്ട് ഒരു വ്യത്യാസമില്ല. നമ്മൾ അതേ ടൈപ്പ്, ഒരു വ്യത്യാസമില്ല. ഇതെല്ലാം ശ്രീഹരി ഉണ്ടായതാണ്, ശ്രീഹരി ആയിട്ട് മാറിയതാണ് നമ്മൾ ഈ രൂപത്തിലല്ല. നമ്മൾക്ക് ഒരു വ്യത്യാസം അവർക്കില്ല. ഇതിനെ നമ്മൾ ഈശ്വരനാണെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ആരാധിക്കുകയെന്ന് വെച്ചാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അത് ജനിക്കാനും പോകുന്നില്ല. അത് ഈ ഭൗതിക ലോകവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പം നമ്മൾ ഇവരെയും പിന്നാലെയാണ്, നമ്മൾ അതേ ലെവലിലുള്ളവരോടാണ്. കൊണ്ടുവിട്ടേക്കാം. ഇനി 28, അതിവേഗം പിന്നാലെ പാഞ്ഞടഞ്ഞ് ഇച്ഛിക്കാതെ, അവർക്ക് വലിയ ഇച്ഛയൊന്നും ഇല്ലെങ്കിലും ആ നാരിമണിയുടെ മുടിക്കെട്ടിൽ കയറി പിടിച്ചു. ആര്? നമ്മളെ ഈശ്വരൻ. നമ്മൾ ഈശ്വരനാണെന്ന് ചിന്തിക്കുന്ന കക്ഷി ഈശ്വരനാണ്. ഈശ്വരനല്ല, ദേവതകളാണ്. ആ നാരിമണിയുടെ മുടിക്കെട്ടിൽ കയറി പിടിച്ചിട്ട് അരികിലേക്ക് അണച്ചിട്ട് ഇരു കടങ്ങളാളും വാരിപ്പുണർന്നു. ഈശ്വരൻ്റെ ഒരവസ്ഥയെ
29. കൊമ്പനാന പിടിയാനയെ പോലെ വേദവ്യാസം വ്യാഖ്യാനിക്കുകയാണ് ശിവൻ കൊമ്പനാന, വിഷ്ണു മായാരൂപത്തിൽ പിടിയാന. ഈ ഋഷികള് ഇതെല്ലാം ആരെ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ വേദവ്യാസനാണ് നമ്മളെ കണ്ടി കുറച്ച് ബുദ്ധി തികഞ്ഞ ഒരു വ്യക്തി, നമ്മളെ കണ്ടി ജ്ഞാനമുണ്ട്. ആ വ്യക്തിയാണ് ശിവനെ മതയാനിയും പാർവതി മായാമോഹിനിയെ പിടിയാനയായിട്ടുള്ള ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. പിടിയാനയെ പോലെ ഗാഠാലിംഗനം ചെയ്തപ്പോൾ, അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവർ വലിഞ്ഞു ചിതറിയ തലക്കെട്ട് മുടിയായി അവളെ മുടിയെല്ലാം പോയി. തലങ്ങും വിലങ്ങും കുതറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. അവള് തലങ്ങും വിലങ്ങും അങ്ങയുടെ ഇത് പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുതറിപ്പാഞ്ഞു. അങ്ങനെ 38 അങ്ങനെ ശങ്കരന്റെ കൈക്കെട്ടിൽ നിന്നും വിട്ടുവിച്ച് സ്ഥൂല നിതംബയായ അവൾ ഓടിപ്പോയി. സ്ഥൂല നിതംബയായിട്ട്, അത് ഉടുതുണിയൊന്നുമില്ല, നിതംബയായിട്ട് എന്ത് ചെയ്ത് ഓടിപ്പോയി. ആരാ ഇതെല്ലാം എഴുതി വെക്കുന്നതെന്ന് അറിയോ? ആരെപ്പറ്റി എഴുതി വെക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയത്. ഇതെല്ലാം വേദവ്യാസന്റെ ഭാവനയിൽ ആ ശക്തിവിശേഷത്തെ വിവരിക്കുകയാണ്. പക്ഷേ വേദവ്യാസം അതിലൂടെ ഒരു ആശയം തരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ ഞാൻ പറയാം എന്താണ് ഇതുകൊണ്ട്. പക്ഷേ കഥരൂപത്തിൽ അടിച്ചു പിടിക്കുകയാണ്. ഇങ്ങനെ ഈ കഥകളെല്ലാം ഉണ്ടാക്കി വെച്ചത് രാമനായാലും കൃഷ്ണനായാലും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ആരാണ്? ഈ വേദവ്യാസനും പാർട്ടികളുമാണ്. സാധാരണക്കാരായ. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? യഥാർത്ഥ ഈശ്വരൻ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനെല്ലാം കയറിയിട്ട് ഈശ്വരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇനി 31 ശത്രുവായ കാമദേവന്മാർ ശത്രുവായ കാമദേവനാൽ തോൽപ്പിക്കപ്പെട്ടവനായ ശ്രീരുദ്രൻ കാമദേവനാൽ തോൽപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവൾ ഓടൂല്ലായിരുന്നു. കാമദേവനാണല്ലോ എന്ത് ചെയ്യുന്നത്? രണ്ടുപേരിലും വികാരം ഉണ്ടാക്കിയിട്ട് ഒന്നിപ്പിക്കുന്നത്. ഇവിടെ കാമദേവൻ എന്ത് ചെയ്തു? പറ്റിച്ച്. ആരെ പറ്റിച്ച്? രുദ്രനെ പറ്റിച്ചു. തോൽപ്പിക്കപ്പെട്ട ശ്രീരുദ്രൻ അല്ലെങ്കിൽ അവളും കൂടിയും വികാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ കിടന്നിട്ട് സംഭവിക്കുന്ന വേറെ വല്ലതുമായിരിക്കും. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. അവളെ ഓടിപ്പോയി. അവൾക്കതിന് താല്പര്യമില്ല. രുദ്രനാകെ വെള്ളത്തിലായത്. ആ മോഹിനി പോയ വഴിയെ തിരക്കിക്കൊണ്ടിരുന്നു. അങ്ങേര് പിന്നെ അവിടെ പോയ അന്തം വിട്ട് നടക്കുകയാണ്. 32 പിടിയാനയെ പിന്തുടർന്ന് മതിച്ചോടിയ കൊമ്പൻ എന്ന മട്ടിൽ, മതം പൊട്ടിയ കൊമ്പൻ എന്ന മട്ടിൽ ഓടിത്തുടങ്ങിയ ഒരിക്കലും നിഷ്ഫലമാകാത്ത സിദ്ധിയോട് കൂടിയവനായ അദ്ദേഹത്തിൻ്റെ രേതസ് സ്ഖലിച്ചു. അപ്പോൾ എന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ രേതസ് പുറത്തേക്ക് സ്ഖലിച്ചു. 33 അത് ഭൂമിയിൽ വീണപ്പോൾ അവിടെയെല്ലാം വെള്ളിയുടെയും സ്വർഗത്തിൻ്റെയും വിളനിലമുണ്ടായി. അങ്ങനെയാണ് ഭൂമിയിൽ എന്തുണ്ടായത്? വെള്ളിയും സ്വർണവും എല്ലാം ഉണ്ടായത്. ഇവിടെയാണ് നമ്മൾ സയൻസ് എടുത്ത് പ്രയോഗിക്കേണ്ടത്. രുദ്രൻ എന്നത് ശുദ്ധമായ ഭൗതിക വസ്തുവാണ്. ആത്മീയം തീരെയില്ല. ഈശ്വരനുമായിട്ട് ഒരു ബന്ധവുമില്ല രുദ്രന്. നമ്മളെപ്പോലെയുള്ള സാധനമാണ് രുദ്രൻ. രുദ്രം എന്താണ്? ആറ്റമാണ്. ആറ്റത്തിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമാണ്. ആറ്റം ഭൗതിക ലോകമാണ് ഉണ്ടാക്കുന്നത്. ആറ്റങ്ങൾ കൂടി ചേർന്ന് ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് ആണ് രുദ്രൻ. അതിൻ്റെ പുറത്തുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് സതി എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആ ശക്തിവിശേഷത്തെയാണ് രുദ്രൻ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് ആറ്റങ്ങളായി മാറുന്നു, സ്റ്റേബിളായ ആറ്റങ്ങളായി മാറുന്നു. ഏതാണ് സ്റ്റേബിളായ ആറ്റങ്ങൾ? സ്വർണവും
വെള്ളിയുമല്ല. എങ്ങനെ? ഈ മായാലോകത്തിൽ അകപ്പെട്ടുകൊണ്ടാണ്, വിഷ്ണുവിൻ്റെ പ്രേരണയാൽ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് രുദ്രൻ ആറ്റങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇതെല്ലാം ഭൗതിക വസ്തുക്കളാണ്. ഇതിനൊന്നും ആത്മീയമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ആറ്റങ്ങളും തന്മാത്രകളും എല്ലാം നമ്മൾ പഠിക്കുന്ന സയൻസാണ്. ഇത് ഭൗതികമാണ്. അത് മായ, ആ ശ്രീഹരിയുടെ മായയിൽ അകപ്പെട്ടിട്ടാണ് ബ്രഹ്മാവും സൃഷ്ടി നടത്തുന്നത്. ഇവിടെ നടക്കുന്ന സൃഷ്ടികളെല്ലാം മായയിൽ അകപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ബ്രഹ്മാവായാലും വിഷ്ണുവായാലും, പരിചരിക്കുന്ന വിഷ്ണുവായാലും രുദ്രനായാലും ഇതെല്ലാം സയൻസ് വിഷയങ്ങളാണ്. അവരെല്ലാം മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അവർക്ക് ആത്മീയതയായിട്ട് ഒരു ബന്ധവുമില്ല. ആ രുദ്രന്മാരെയാണ് നമ്മൾ ഇരുന്നിട്ട് ദൈവമായിട്ട് കാണുന്നത്, ഈശ്വരനായിട്ട് കാണുന്നത്. ഈശ്വരനായിട്ട് ദേവതകൾ, ഇതെല്ലാം ദേവതകളാണ്. അപ്പം ആദ്യമുണ്ടായ സ്വർണവും വെള്ളിയുമെല്ലാം ഉണ്ടായി, ഭൗതിക വസ്തുക്കളുണ്ടായി, സയൻസിലൂടെ ഉണ്ടായി. അതിൽ രുദ്രൻ പങ്കെടുത്തു, മായക്കതിൽ അടിമപ്പെട്ടുകൊണ്ട്. വിഷ്ണുവിൻ്റെ മായാലോകത്തിൽ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് രുദ്രനും ബ്രഹ്മാവുമെല്ലാം സൃഷ്ടി നടത്തുന്നത് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്. അങ്ങനെ സ്വർണങ്ങൾ, ആറ്റങ്ങൾ ഉണ്ടായി. അതെല്ലാം ഭൗതിക സയൻസാണ്. അതിൽ ആത്മീയതയൊന്നുമില്ല. ഇപ്പോൾ രുദ്രനും വിഷ്ണുവിനൊന്നും ഒരു ആത്മീയവുമില്ല. ഭൗതികമായ ഇത്തരം സ്വർണങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തികൾ, ആറ്റത്തിൽ ആക്ടിക്കുന്ന പ്രേരക ശക്തികളാണ് ഇതെല്ലാം. അപ്പം പിന്നെ ഇതുവരെ പറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. മറ്റേ സാധാരണക്കാരൻ ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് അങ്ങനെ പാടി നടക്കട്ടെ. ഏതെങ്കിലും ബുദ്ധിയുള്ളവൻ വേണ്ടിയെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം മനസ്സിലായിക്കോട്ടെ. അപ്പോൾ വേദവ്യാസൻ വളരെ ചിന്തിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രുദ്രനെയെല്ലാം ആറ്റങ്ങളാണ്. ഇനി 34, നദി, തടാകം, പർവ്വതം, കാട്, ഉദ്യാനം, മുനിമാർ താമസിക്കുന്നിടം എന്നിവിടങ്ങളിലെല്ലാം ശിവൻ മോഹിനിയെ തേടി നടന്നു. അതായത് എല്ലാ സ്ഥലത്തും ലോകം നിറച്ചു എന്തുണ്ടായിട്ടുണ്ട്? ഈ അദ്ദേഹത്തിൻ്റെ രേതസ് വീണിട്ടുണ്ട്. അപ്പം ലോകത്തിൽ പലയിടത്തും, ഗൾഫിലാണ് ഏറ്റവും, എവിടെയാണ് സ്വർണം കൂടുതലുള്ളത്? ആഫ്രിക്കയിലല്ല, അവിടെയെല്ലാം കൂടുതൽ വീണത്. അപ്പം ഇതേ ലോകം മുഴുവൻ നടന്നിട്ട് എല്ലായിടത്തും സ്വർണ്ണം എല്ലാം വീപ്പിച്ചു കൊടുത്തു. എല്ലായിടത്തും, കാട്ടിലും പർവ്വതത്തിലും എല്ലാം കടന്നു. ഇനി 35, രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ, ആ രേതസ്സെല്ലാം പോയിട്ടെല്ലാം വീട് തീർന്നപ്പോൾ ലോകം മുഴുവൻ പാടി നടന്നിട്ടുണ്ട്. ഇപ്പം ലോകത്തിലെല്ലാം ഉണ്ട് സ്വർണ്ണം. എല്ലാം ഒരു സ്ഥലത്ത് മാത്രം, ഹിമാലയത്തിൻ്റെ ചുറ്റുവട്ടത്തൊന്നുമല്ല. ലോകം മുഴുവൻ അദ്ദേഹം കറങ്ങി വിഷ്ണുവിനെ അന്വേഷിച്ചുകൊണ്ട്. ഋഷികളുള്ള സ്ഥലത്തും എല്ലാം ചെന്നിരിക്കുന്നു പറയുകയാണ്. ഋഷിമാരും എല്ലാം ഉള്ള സ്ഥലത്ത് ഒരു സ്ഥലവും വിട്ടില്ല, അന്വേഷിച്ച് കടന്നു. അപ്പോൾ ഈ രേതസ് ഇങ്ങനെ വീണുകൊണ്ടിരുന്നിട്ടാണ് സ്വർണ്ണം നാട്ടിൽ നിറച്ചും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ആരാധിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ പറ്റിയാണ് ഈ വേദവ്യാസൻ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കാണെങ്കിൽ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ സയൻസിലോട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുമോ? നമ്മൾ ആ വേദവ്യാസൻ്റെ മുമ്പിൽ ശിരസറിയാതെ നമിച്ചു പോകും. ആ ശാസ്ത്രത്തിലൂടെ നമ്മൾ വേദവ്യാസനെ നോക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നവിടത്തെ സംബന്ധിച്ച് ഇതെന്തെന്നല്ല എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നു. രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണുമായാൽ താൻ സ്വയം ചൈതന്യമില്ലാത്തവനായി തിരിച്ചറിഞ്ഞു. അപ്പോഴേക്ക് അങ്ങേർക്ക് മനസ്സിലായി എൻ്റെ ചൈതന്യം പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങേര് ശാന്തനായി. അദ്ദേഹം ചപലവൃത്തിയിൽ നിന്നും പിന്മാറി. ഇതെല്ലാം ഒലിച്ചു പോയപ്പോൾ പിന്നെ അദ്ദേഹം രേതസ്സെല്ലാം പോയല്ലേ, നാട്ടിലിറച്ച് സ്വർണം, വേണ്ട സ്വർണ്ണമെല്ലാം ഉണ്ടായപ്പോൾ പിന്നെ അദ്ദേഹം ശാന്തനായി. 36. അപ്പം
മോഹിനി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭൗതിക ലോകത്തിൻ്റെ വേണ്ടി അതിൽ ആകൃഷ്ടരായിട്ട് തന്നെയാണ് എല്ലാവരും. നമ്മളെല്ലാം ഈ മോഹത്തിലകപ്പെട്ടുകൊണ്ട് ഈ ഭൗതിക മായാലോകത്തിൽ ഭ്രമിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഓടി നടക്കുന്നത് ഓരോന്നിനായിട്ട്. അതുപോലെ തന്നെ വിഷ്ണു എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ഒരു ശക്തിവിശേഷമുണ്ട് ആറ്റത്തിലുള്ളത്. അത് ആറ്റങ്ങൾ സ്വർണ്ണ പലതരം വസ്തുക്കളായിട്ട് മാറുന്നു. ബ്രഹ്മാവ് പലതും സൃഷ്ടിച്ചു കൊടുക്കും. ബ്രഹ്മാവെന്നൊരു ശക്തിവിശേഷം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊന്നും ഈശ്വരനല്ല. ഈശ്വരൻ ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അതെന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഈശ്വരൻ. അത് ഏകമാണ്. 36 അനന്തരം അദ്ദേഹത്തിന് മനസ്സിലായി, അറിയുവാനാകാത്ത ശക്തിയോടുകൂടിയ വിശ്വത്തിൻ്റെ ആത്മാവായ ശ്രീഹരിയുടെ മഹാത്മ്യത്തെപ്പറ്റി ബോധവാനായ ശ്രീരുദ്ധൻ അതൊന്നും അത്ഭുതമായി വിചാരിച്ചില്ല. അപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഇതെല്ലാം എന്നെക്കൊണ്ട് കളിപ്പിച്ചത് ആ പ്രപഞ്ചത്തിൻ്റെ അറിയുവാനാകാത്ത ശക്തിവിശേഷമുള്ള ആ ശ്രീഹരി എന്നെക്കൊണ്ട് ഇതത്രയും കളിപ്പിച്ചിട്ട് നാട്ടിൽ അർപ്പിച്ച് സ്വർണവും വെള്ളിയും ഉണ്ടാക്കിപ്പിച്ചത് ആ ശക്തിവിശേഷമാണ്. എന്നെക്കൊണ്ട് മോഹിപ്പിച്ചിട്ട് നമ്മളെക്കൊണ്ട് നാട്ടിലെ കുട്ടികളെ മക്കളെയെല്ലാം ഉണ്ടാക്കിപ്പിക്കുന്നത് മോഹിപ്പിച്ചിട്ട് ആ ശക്തി തന്നെയാണ്. നമ്മൾ രുദ്രനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതിൻ്റെ കയ്യിലെ കളിപ്പാവകൾ മാത്രം. രുദ്രൻ തന്നെ പറയുകയാണ്, അറിയുവാനാകാത്ത ശക്തിയോടുകൂടിയ ആ വിശ്വത്തിൻ്റെ ആത്മാവായ ശ്രീഹരി, അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി ബോധവാനായ രുദ്രന് മനസ്സിലായി, എന്നെക്കൊണ്ട് നാട്ടിൽ കുറേ സ്വർണം ഉണ്ടാക്കിപ്പിക്കണം, വെള്ളി ഉണ്ടാക്കിപ്പിക്കണം. അതിനുവേണ്ടി അത് ചെയ്തു വെച്ചതാണ് ഈ മായയിലൂട്ട്. അതൊന്നും അത്ഭുതമായി വിചാരിച്ചില്ല. ഇതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. എന്നെ സൃഷ്ടിച്ചത് എന്നെക്കൊണ്ട് കുറേ സ്വർണവും വെള്ളി നാട്ടിലുണ്ടാക്കിപ്പിച്ചു. ഇങ്ങനെയാണ് രുദ്ര ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ച മായയിലകപ്പെട്ടുകൊണ്ടാണ് ആറ്റങ്ങൾ തന്മാത്രകളായും പ്രപഞ്ചമെല്ലാമായിട്ട് മാറുന്നത്. ഇനി 37 വിഷണ്ണനാകാതെയും ലജ്ജിതനാകാതെയും ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് സന്തോഷവാനായ വിഷ്ണു ഭഗവാൻ, അപ്പം വിഷ്ണുവിന് സന്തോഷമായി. അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. ആർക്ക്? ശ്രീരുദ്രന്. അല്ലെങ്കിൽ ആകെ വിഷണ്ണനായിട്ട് ലജ്ജയോടുകൂടി, അയ്യേ ഇനി എങ്ങനെ ഇവന്മാരെല്ലാം മുഖത്തു നോക്കും, ഞാൻ ഈ വൃത്തികേടെല്ലാം കാണിച്ചിട്ട് എന്ന് പറഞ്ഞ് ഒന്നുമില്ല. അതേ ശാന്തമായിരുന്നു. ഇത് കണ്ടപ്പോൾ വിഷ്ണുവിനെന്തായി? എന്നെക്കൊണ്ട് ഇങ്ങനെയൊന്നും ആയില്ല. അതിൽ സന്തോഷവാനായ വിഷ്ണു ഭഗവാൻ തൻ്റെ ശരിയായ രൂപത്തെ ധരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശരിയായ രൂപം ധരിച്ചുകൊണ്ട് പറഞ്ഞു. ആരോട്? ശിവനോട്. അല്ലയോ പ്രിയങ്കരനായ ദേവശിരോമണി, ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ തന്നെയാണ് ആര്? ഈ രുദ്രൻ. ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ശ്രീഹരിയായിട്ട് ചിന്തിക്കണം, വിഷ്ണുവായിട്ടൊന്നും ചിന്തിച്ചു പോകരുത്. വിഷ്ണു ഇവരെല്ലാം ഒരേ കാറ്റഗറിയാണ്. ഇതിൻ്റെ മുമ്പിലുള്ള ശക്തിവിശേഷം വിഷ്ണുവിലൂടെ പറയിപ്പിക്കുന്നതായിട്ട്. ഇതെല്ലാം പറയിപ്പിക്കുന്ന ആരാണ്? വേദവ്യാസൻ ഭാവനയിൽ വെച്ച് കാച്ചുന്നയാണ്. അല്ലാതെ അവിടെ വേറൊരു കക്ഷിയൊന്നുമില്ല. ഇതെല്ലാം വേദവ്യാസൻ ഭാവനയിൽ വെച്ച് കാച്ചിവിടുന്നതാണ്. ഈ വിഷ്ണുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അവിടെ ശ്രീഹരി ശരിയായ ബ്രഹ്മമെന്ന് പറയുന്നൊന്നുമില്ല. ബ്രഹ്മത്തിന് ഇതൊന്നുമല്ല വന്ന് പറയലല്ല പരിപാടി. ബ്രഹ്മവുമില്ല, ശ്രീഹരിയുമില്ല. ഇതെല്ലാം ഈ വേദവ്യാസനാണ് ശ്രീഹരിൻ്റെ പേരും പറഞ്ഞിട്ട് തട്ടിവിടുന്നത്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് കാണണം. ഇതെല്ലാം ബുദ്ധി വേദവ്യാസൻ്റെയാണ്.
നമ്മുടെ തകഴീശികൾ കഥയെല്ലാം എഴുതുന്നില്ലേ? ആരെല്ലോ കവികളുണ്ട്, ഇതുണ്ടല്ലോ കഥ എഴുതുന്നവർ, തകഴീശിയല്ല, അവരുടെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. അതുപോലെ വേദവ്യാസം സൃഷ്ടിച്ചിട്ട് വിഷ്ണു എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു വിടുത്തിയല്ലാതെ അവിടെ വിഷ്ണുവില്ല, ഒരു ചുക്കൂല, ഒരു ശക്തി വിശേഷമുണ്ട്, അതിനൊരു പേരും കൊടുത്തു. അതിന് മുമ്പിലുള്ള ബ്രഹ്മം ഒരു കണ്ടെത്താൻ പറ്റാത്ത ഒരു ശക്തിയുണ്ട്, അതിന് ബ്രഹ്മം എന്നും പേര് കൊടുത്ത് ശ്രീഹരി എന്നും പറഞ്ഞുകൊണ്ട് വേദവ്യാസം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ആ ശ്രീഹരി എങ്ങനത്തെയാണെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? അതുകൊണ്ട് പറയുന്നതായിട്ട് വേദവ്യാസം പറയുന്നതാണ്. അങ്ങനെ മോഹന രൂപത്തിൽ മോഹിതനായെങ്കിലും, മോഹിനി രൂപത്തിൽ മോഹിതനായെങ്കിലും, അങ്ങ് മോഹിനി രൂപത്തിൽ മോഹിതനായി താങ്കൾ സ്വയം തന്നെ സ്വന്തം പ്രകൃതിയിലേക്ക് മടങ്ങി. അതിൻ്റെ പിന്നാലെ ഒന്നും അകപ്പെട്ടു പോയൊന്നുമില്ല, താൻ ആ സമയം വീണ്ടെടുത്തു. കാരണം നമ്മളെല്ലാം തന്നെ മോഹത്തിൽ അകപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് പ്രായശ്ചിത്വമോ അല്ലെങ്കിൽ ലജ്ജിക്കാനോ ഒന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം ശക്തിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്ത് കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളൊരു ചിന്തയുണ്ടാക്കി നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് അങ്ങ് അപ്പം എന്ത് വേണം? എന്ത് പറ്റിയാലും നമ്മൾ എന്ത് ചെയ്യണം? സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ പഠിക്കണം. തെറ്റുകൾ മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ പറ്റും. കാരണം ആ ശക്തിയുടെ പ്രേരണയാൽ അറിയാതെ നമ്മൾ ചെയ്തു പോകും. ഞാനെന്ന ചിന്ത കൊണ്ട് ചെയ്യുന്നതല്ലേ, അത് വേറെ കാര്യമാണ്. ഞാനെന്ന ചിന്ത കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാപവും നമ്മൾ, അതിൻ്റെ മനപ്രയാസവും നമ്മൾ അനുഭവിക്കണം. പക്ഷേ ഇതൊന്നും ഞാനല്ല, ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചു പോകുന്നയാളെന്നുള്ള മനസ്സ് പിന്നെയെങ്കിലും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ അങ്ങ് സ്വന്തം പ്രകൃതിയിലേക്ക് മടങ്ങി. സത്യമെല്ലാം തിരിച്ചറിഞ്ഞിട്ട് സന്തോഷം തന്നെ, അതിന് വളരെ സന്തോഷമുണ്ട്. നാനാതരത്തിലുള്ള പല ഭാവങ്ങൾ ആവിഷ്കരിക്കുന്നതും ആത്മനിയന്ത്രണം സാധിക്കാത്തവരിൽ മറികടക്കാൻ ആവാത്ത എൻ്റെ മായയെ പല ഭാവങ്ങളിൽ അതിങ്ങനെ പല രൂപത്തിൽ പ്രകടമായി വരും. വിഷ്ണുവായിട്ട് വരും, ശിവനായിട്ട് വരും, പട്ടിയായിട്ട് വരും, പൂച്ചയായിട്ട് വരും, നമ്മളെല്ലായിട്ട് വരും. എന്നിട്ട് ആത്മനിയന്ത്രണം സാധിക്കാത്തവരിൽ മറികടക്കാനാവാത്ത എൻ്റെ മനസ്സിലെ നമുക്ക് അങ്ങനെ പല രൂപത്തിൽ നമ്മളായിട്ടെല്ലാം വരുമ്പോൾ നമുക്ക് ആത്മനിയന്ത്രണം സാധിച്ചില്ല എങ്കിൽ ആ മായയെ നമുക്ക് മറികടക്കാൻ പറ്റില്ല. താങ്കളല്ലാതെ വേറെ ഏത് ആസക്തനായവനായ സ്വയം വിട്ടുമാറുവാൻ സാധിക്കും? താങ്കൾക്ക് പോലും ഇത്ര പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമൊന്നും ചിന്തിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മായക്കടിമപ്പെട്ട് ജീവിക്കുകയാണ്. നമുക്ക് ഈ മായയെ മറികടക്കാൻ പറ്റില്ല. രുദ്രന് പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദവ്യാസം പറയുകയാണ്. രുദ്രന് പോലും പറ്റില്ലെങ്കിൽ പിന്നെ നമുക്കെല്ലാം പറ്റാനാണ്. രുദ്രന് പോലും, അദ്ദേഹം ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രുദ്രന് പോലും പറ്റിയിട്ടില്ല, പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? അപ്പം നമ്മളെല്ലാം മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. നമുക്കതിന് മറികടക്കാൻ പറ്റില്ല. മറ്റെണ്ടിക്കൽ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ആത്മനിയന്ത്രണം സാധിക്കണം. ശിവൻ എന്ത് പറ്റി? അതെല്ലാം കഴിഞ്ഞപ്പോൾ ആത്മനിയന്ത്രണം കൊണ്ട് പിന്നെ അദ്ദേഹം കൂളായിട്ടിരുന്നു. അതുപോലെ നമ്മളും ആത്മനിയന്ത്രണം ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ആ മായയിൽ നിന്ന് മുക്തിയാകാൻ പറ്റൂ. അല്ലാതെ അവർക്കൊന്നും ആത്മീയത പറഞ്ഞതല്ല, ആർക്കും ആത്മീയത പറഞ്ഞതല്ല. ഇവരെല്ലാം മായയിൽ കിടന്ന് എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ്, ഭേദഭാവം വെച്ചുകൊണ്ട്. ഗുണക്ഷോഭത്താൽ
അപ്പം ഗുണങ്ങളാണ് ക്ഷോഭിച്ചിട്ട് നമ്മളെ മനസ്സിൽ പല വിചാരങ്ങളുണ്ടാകും. ഒരു ഗുണം കാണുമ്പോൾ ഇപ്പോൾ ആ മായാരൂപത്തിൽ ഒരു പെണ്ണായിട്ട് വരുന്ന കണ്ടപ്പോൾ മനസ്സങ്ങളായി, മനസ്സ് വിക്ഷോഭമായി, അതിൻ്റെ പിന്നാലെ ഓടി. സൃഷ്ടിമൂലാവയ്ക്ക് നിമിത്തമായ ശക്തിയായി, സൃഷ്ടിമൂലാവയ്ക്ക് നിമിത്തമായി തീരുന്നു. എന്ത് സൃഷ്ടിക്കാണ് അവിടെ നിമിത്തമായി തീർന്നത്? ശിവൻ ആ പെണ്ണിൻ്റെ പിന്നാലെ പോയി എന്ത് സൃഷ്ടിക്കാണ് നിമിത്തമായി തീർന്നത്? ലോകത്തിൽ മുഴുവൻ സ്വർണവും വെള്ളിയും ഉണ്ടാക്കി കൊടുത്തു. അതാണ് ശിവൻ സൃഷ്ടിച്ച സ്വർണവും വെള്ളി. ഇതുപോലെ ഗുണക്ഷോഭത്തിന് സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ സൃഷ്ടിമൂലാവക്ക് നിമിത്തമായ ശക്തിയായി, സൃഷ്ടിക്കാനുള്ള ശക്തിയായിട്ട് അങ്ങേര് ഓടി നടന്നു. നാട്ടിലിറച്ചി ഒന്നുണ്ടാക്കി സ്വർണം വെള്ളി സൃഷ്ടിച്ചു കൊടുത്തു. കാലസ്വരൂപനായിരിക്കുന്ന എന്നോട് കൂടി, അപ്പം ഞാനാണ് കാലസ്വരൂപനായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ കാലം വരുമ്പോഴും സ്വർണം സൃഷ്ടിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഞാൻ കയറി വരും. വല്ല പെണ്ണായിട്ടെല്ലാം കയറി വരും, അതിൻ്റെ പിന്നാലെ ഓടും. അതുപോലെ നമ്മളെ കൊണ്ടൊരു കുട്ടീനെ കിട്ടണ്ടെങ്കിൽ ആ ശക്തി വരും, ഒരു പെണ്ണായിട്ട് വരും. ആ പെണ്ണ് തന്നെ ആരാണ്? സ്വന്തം ഭാര്യ ആയാലും കാമുകിയായാലും എല്ലാം മറ്റേതായാലും അതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ഈ വിഷ്ണു തന്നെയാണ് കയറി വരുന്നത് പെണ്ണായിട്ട്. കാരണം അതിനൊരു കുട്ടി വേണം. നമ്മൾ കാലാകുമ്പോൾ ഒരു പെണ്ണായിട്ട് കയറി വരും. ആ വരുന്ന പെണ്ണിലും നീ എന്തിനെ ദർശിക്കണം? ശ്രീഹരിയെ ദർശിക്കണം. അങ്ങനെ കുട്ടി ഉണ്ടാക്കണം. കാരണം നിന്റെ ജോലിയാണ് കുട്ടി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് വേദവ്യാസനെ സമീപിച്ചിട്ട് മക്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസൻ എന്ത് പറഞ്ഞു? ശരി എന്നാൽ പറഞ്ഞുകൂടെ, ഓരോളായിട്ട് പറഞ്ഞുകൂടെ നമ്മൾ കുട്ടികൾ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഒരു കുരുടരി ഉണ്ടാക്കി കൊടുത്ത് ആ കാലത്തിന് കുരുടരാണ്ടുണ്ടാവും. കുരുടരുണ്ടായി, വളറിയവനുണ്ടായി, പിന്നെ ഒരു വേലക്കാരിക്ക് നല്ല എല്ലാം തികഞ്ഞ ഒരു പയ്യനും ഉണ്ടായി, വിദുരൻ. അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആർക്ക് വേണ്ടിയിട്ട്? കാലത്തിന് വേണ്ടിയിട്ട്, ശ്രീഹരിക്ക് വേണ്ടിയിട്ട്. ആ നിലയിൽ നിന്ന് പോകണം നമ്മൾ. അപ്പം കുട്ടികളുണ്ടാകേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കേണ്ട ചിന്ത തോന്നും. ഒരു പെണ്ണ് കയറി വരും. പെണ്ണ് കയറി വരുമ്പോൾ ചിന്തിച്ചോണ്ടിട്ട് വീട്ടു ആൾക്ക് മോഹിനിയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ മോഹത്തിന് അടുപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ജോലി എന്താണ്? പ്രകൃതിക്ക് ഏതോ ഒരു സമയത്ത് ഒരു കുട്ടി വേണം, ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഗുണങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മായ, അപ്പോൾ ഇരിക്കുന്ന എന്നോടുകൂടി രജോ തമോ ഗുണങ്ങളോട് കൂടി ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? 3 തത്വത്തിൻ്റെ അടുത്ത് രജസ്, തമസ്, സത്വ, രജോ, തമോ ഗുണങ്ങളിലൂടെയാണ് നമ്മൾ കർമ്മത്തിന് പ്രേരിപ്പിക്കപ്പെടുന്നത്. ചേരുമ്പോൾ ഉണ്ടാകുന്ന മായ, ആ മായ എന്തു പറ്റി? അങ്ങയെ പരാജയപ്പെടുത്തുന്നില്ല. പക്ഷേ അങ്ങയെ പരാജയപ്പെടുത്താൻ മായക്കായിട്ടില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രുദ്രൻ എന്നത് ആറ്റമാണ്. ആറ്റത്തിന് വിചാരങ്ങളെല്ലാം ഉള്ളത്, മനുഷ്യർക്കാണ് വിചാരങ്ങളുള്ളത്. ആറ്റങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്ത് കൂടിച്ചേരുന്നു, സ്വർണ്ണമാകുന്നു, വെള്ളിയാവുന്നു. അപ്പം അങ്ങയെ പരാജയപ്പെടുത്താനായിട്ടില്ല. കാരണം ആറ്റങ്ങൾ സാധാരണ സയൻസിൻ്റെ അടിസ്ഥാനത്ത് കൂടിച്ചേരുന്നു, സ്വർണ്ണവും വെള്ളിയെല്ലായിട്ട് മറന്നു. പരാജയപ്പെടുന്ന ആരാണ്? മനുഷ്യർ, നമ്മളെ പോലെയുള്ള കക്ഷികൾ. 41 ശ്രീസുകൻ ഇപ്രകാരം ഭഗവാൻ വിഷ്ണു ശ്ലാഘിച്ചാദരിച്ച ശേഷം ശ്രീ രുദ്രൻ എന്ത് ചെയ്തു? തിരുവടിയെ പ്രദക്ഷിണം വെച്ച് ഭൂതഗണങ്ങളോടൊത്ത് സ്ഥലം വിട്ടു, കൈലാസത്തിലേക്ക് പോയി. 42 അതിനുശേഷം പരമശിവൻ തന്നെ പ്രശംസിച്ചുകൊണ്ടിരുന്ന മാമുനിമാരുടെ മുമ്പാകെ വൈഷ്ണവ ശക്തിയിലുണ്ടായ ആ മായ മോഹിനിയെ ഉദ്ദേശിച്ച് അർത്ഥഭാഗ്യമായ സതീദേവിയോടായി പറഞ്ഞു.
അപ്പം മായാമോഹിനിയായിട്ട് ഓടി നടന്നല്ലോ ശിവൻ. ആ ശിവൻ ഇപ്പോഴാണ് സതീദേവി അടുത്തിരിക്കുകയാണല്ലോ ഇത് കണ്ടുകൊണ്ട്. സതീദേവിനെ ഇനി സമാധാനിപ്പിക്കണ്ടേ? അപ്പം സതീദേവി, ബാക്കി എല്ലാവരും പ്രശംസിക്കുകയാണ്. വിഷ്ണു രുദ്രനെ പ്രശംസിച്ചപ്പോൾ മുനിമാരും എല്ലാം പ്രശംസിക്കും. ഈ മുനിമാരാണ് അത്രയും കാട്ടിക്കൂട്ടി എഴുതി വെച്ചിരിക്കുന്നത്, അത്രയേ അർത്ഥമുള്ളൂ. അപ്പോൾ രുദ്രൻ പിന്നെ മറ്റേ അല്ലേ നമുക്ക് തോന്നുന്നു ആ സതീൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു. അതുകൊണ്ട് സതീദേവിയോടായിട്ട് പറഞ്ഞു. 43. പരമപുരുഷനായ ശ്രീഹരിയുടെ മായയെ നീ നല്ല പോലെ കണ്ടുവല്ലോ. ആ ശ്രീഹരിയുടെ മായയെ നിനക്ക് ഇപ്പോൾ ശരിയായിട്ട് മനസ്സിലായല്ലോ. ആ മായയിൽ സർവകലാവിദ്യയുടെയും അധിപനായ ഞാൻ കൂടി. ഞാൻ എല്ലാ കലകളും പഠിച്ചിട്ട് പണ്ഡിതനാണ് ഞാൻ. ആര്? രുദ്രൻ. കാരണം രുദ്രൻ ആറ്റത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാ സയൻസും ആർക്കറിയാം? രുദ്രൻ അറിയാം. ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടില്ലേ പ്രപഞ്ചം എല്ലാം ഉണ്ടായ നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള എല്ലാ സയൻസും അറിയുന്ന വ്യക്തിയാണ് ആര്? ഈ രുദ്രൻ, ആറ്റം. അപ്പം ആ മായയിൽ സർവകലാവിദ്യയുടെയും അധിപനായ ഞാൻ കൂടി അവശനായി മോഹിച്ചു പോയി എങ്കിൽ അതിൽ ഞാൻ പോലും ബന്ധപ്പെട്ടു, മോഹിച്ചുപോയി. കാരണം ആ മായാലോകമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ആ ലോകത്തിലാണ് രുദ്രൻ കർമ്മം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹവും മായയിൽ അകപ്പെട്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവരാണെങ്കിൽ, ആത്മായത്തിലേക്ക് വരുന്നവരാണെങ്കിൽ രുദ്രൻ എന്ത് ചെയ്യണമോ? ഇതെല്ലാം വെറും ഇതെല്ലാം മണ്ടത്തരാണെന്ന് പറഞ്ഞിട്ട് രുദ്രനും പോകണം സന്യസിക്കാൻ. രുദ്രൻ പോകുന്നില്ല. രുദ്രൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക, എല്ലാം നശിപ്പിച്ചു എല്ലാം കൊണ്ടിരിക്കുകയാണ്. ആറ്റങ്ങൾ എന്ന നിലയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പോലും അവശനായി മോഹിച്ചു പോകുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം. എന്നിട്ട് 44. 1000 ആണ്ട് കഴിഞ്ഞ് സമാധിയിൽ നിന്നും വിരമിച്ച എന്നെ സമീപിച്ച് ആരെക്കുറിച്ച് നീ ചോദിച്ചിരുന്നു? അങ്ങാതെ പ്രളയെല്ലാം കഴിഞ്ഞിട്ട് 1000 ആണ്ട് പ്രളയം നടക്കുമല്ലോ. പിന്നെ 1000 ആണ്ട് കഴിയുമ്പോൾ അത്രയും കാലം പിന്നെ ഇങ്ങനെ സമാധിയിലിരിക്കുകയാണ് ചെയ്യുക രുദ്രൻ. ആറ്റങ്ങളെല്ലാം പിന്നെ ആറ്റമുണ്ടായിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോഴാണ് രുദ്രൻ ആദ്യം സൃഷ്ടി നടത്തുന്നത് ആറ്റത്തിലൂടെ. അപ്പോൾ അതിൻ്റെ കൂടിയിരിക്കുന്ന ഇലക്ട്രോണാണ് സതി. അപ്പം സതിയെ പണ്ട് ചോദിച്ചിരുന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്? ഏതോ ഒരു ശക്തി വിശ്വാസം. അന്ന് നീ ചോദിച്ചല്ലോ. 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ തപസ് ഇരുന്നിട്ട് പിന്നെ സൃഷ്ടി തുടങ്ങാൻ പോകുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഭാര്യയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ സതി. ഇലക്ട്രോൺ ശിവനോട് ചോദിച്ചു എന്നാണ്, രുദ്രനോട്, ന്യൂക്ലിയസോട്. ഇതാരാ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന? ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് ചോദിച്ചപ്പോൾ നീ ചോദിച്ചു കളഞ്ഞല്ലോ. ആ ആൾ വാസ്തവത്തിൽ ആദ്യവും അന്ത്യവും ഒന്നുമില്ലാതെ എല്ലാ കാലത്തുമുള്ള ശ്രീഹരിയത്രേ. ആദ്യം അന്തവും ഒന്നുമില്ലാതെ എല്ലാ കാലത്തും ഇരിക്കുന്ന ശ്രീഹരിയാണ് ഈ പറഞ്ഞ കക്ഷി. അവൻ്റെ മായയിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു കൊടുത്ത് സതിയോട്. ആരോട്? സതിയോട്. നമ്മളെ എല്ലാം പിന്നിൽ ഈ മായനെ കൊണ്ട് കളിപ്പിക്കുന്ന കക്ഷിയാണ് അത്. നീ പണ്ട് ചോദിച്ചിരുന്നല്ലോ ഒരിക്കൽ എന്നോട്. ഈ കാട്ടിക്കുട്ടിയെല്ലാം ആ ശക്തിയാണ്. അപ്പം പിന്നെ അവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാം അതിൻ്റെ പരിധിയിൽപ്പെട്ടാണല്ലോ. യാതൊരാളിൽ കാലശക്തി പ്രവേശിക്കില്ല. അയാൾക്ക് കാലമില്ല. അപ്പം വിഷ്ണു എല്ലാം ഇപ്പോഴും ചിന്തിച്ചോളണം. ഈ പറയുന്നതിനെ പറ്റിയൊന്നും വിഷ്ണുവിനെ പറ്റിയല്ല. യാതൊരാളിൽ കാലശക്തി പ്രവേശിക്കില്ല, വേദവും എത്തിച്ചേരില്ല. വേദത്തിലൂടെ പ്രപഞ്ച രഹസ്യം എല്ലാം പറഞ്ഞിരിക്കുന്ന വേദമാണ്. ആധുനിക സയൻസാണ്, മോഡേൺ സയൻസാണ്, എല്ലാ സയൻസുമാണ്. ആ സയൻസിനും ആ ശക്തിയുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റില്ല. ആ ഈശ്വരനെ അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഏതോ ഒരു ശക്തിയാണ് ഇതത്രയും കാട്ടിക്കൂട്ടുന്നതെന്നേ പറയാൻ പറ്റൂ. ആ ശക്തിയെ മനസ്സിലാക്കാതെയാണ് ആധുനിക സയൻസും
ക്വാണ്ടം മെക്കാനിക്സ് എത്തിയതിൻ്റെ ശേഷം അതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റിയിട്ട് പറ്റാതെ എല്ലാം ഇട്ടെറിഞ്ഞ ഒരൊറ്റ പോക്കാണ്. പിന്നെ അവന്മാർ ഈ വഴിക്കേ വന്നിട്ടില്ല, ശാസ്ത്രജ്ഞന്മാർ മുങ്ങി. പക്ഷേ വേദവ്യാസൻ ആ ശക്തി അങ്ങനെയൊന്നുണ്ടെന്നും അതിൻ്റെ രൂപമൊന്നും കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കൊന്നും വേണ്ട, വെറുതെ മെനക്കെടണ്ടെന്നും പറഞ്ഞ് അതിനൊരു പേരും കൊടുത്തു, പാരാസൈറ്റ്സ്. ബാക്കിയെല്ലാം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടിച്ചത് അപരാസൈറ്റ്സ്, മോഡേൺ സയൻസ്. ഇനി 46 പറയുകയാണ്, അല്ല 45 പറയുകയാണ് ശ്രീസുഖൻ. അപ്പം വേദങ്ങളും ആ ഈശ്വരൻ്റെ അടുത്ത് എത്തില്ല. വേദങ്ങൾക്കും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഈശ്വരനെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അത് ഏതോ ഒരു എന്താണെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. ഇനി ശ്രീശുഖൻ പറയുകയാണ് പരീക്ഷത്തോട്, പാലാതിമരണ സമയത്ത് മന്ദരപർവ്വതത്തെ മുതുകിൽ താങ്ങിയ ആ വിഷ്ണുവിൻ്റെ ലീലാവൈഭവത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി 46 പറയുന്ന ഈ കീർത്തനം അടിക്കടി ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ സമാരംഭം ഒന്നും പാഴാവുകയില്ല. കാരണം അതെല്ലാ ക്ലേശങ്ങളും ഇല്ലാതാക്കി. എപ്പോഴും അത് അവസാനം പറയും. ചിലവർ പറയും ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ പാപമല്ലാതെ. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകും. കാരണം നിങ്ങളുടെ ക്ലേശങ്ങളെല്ലാം ഇല്ലാതാക്കി തരും ഇത് അടിക്കടി പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ. പിന്നെ 47 യാതൊരാൾ പാലാടി കഴിഞ്ഞ് അമൃത് മായാമോഹിനി വഴി വേഷം ധരിച്ച് ദേവന്മാരുടെ ശത്രുക്കളെ മോഹിപ്പിച്ച് എല്ലാം ദേവന്മാർക്ക് നേടിക്കൊടുത്തോ, ആ തൃപ്പാദത്തെ ശരണം പ്രാപിച്ച ദേവതകൾക്ക് എല്ലാം അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തെ പൂജിച്ച ദേവതകൾക്ക് വേണ്ടി എല്ലാം നേടിക്കൊടുത്തു. അതായത് മോഹിനി രൂപത്തിൽ വന്ന് ദേവന്മാരുടെ അസുരന്മാരെയെല്ലാം പറ്റിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച ദേവന്മാർക്ക് നേടിക്കൊടുത്തു. ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു.